അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റു ആളുകളൊക്കെ റൈസ് ഹാൻഡ് ഒഴിവാക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് പിന്നെ അബ്ദുസ്സലാം ബാഖവി ഉസ്താദിന്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. ലൈവ് തന്ന ആ ലൈവ് ടീം, അതുപോലെ ഇതുമായി സഹകരിച്ചിട്ടുള്ള നാട്ടിൽ നിന്നുള്ള എല്ലാ പ്രവർത്തകർക്കും, സുഹൃത്തുക്കളും ശ്രോതാക്കൾക്കും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം വളരെ ശ്രദ്ധേയമായ, പ്രത്യേകിച്ച് ഗൗസുൽ-ആലം ഷെയ്ഖ് ദിരാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അനുസ്മരിക്കപ്പെടുന്ന ആണ്ട് നേർച്ചയൊക്കെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഈ പ്രത്യേക സമയം, അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇന്ന് പഠനാർഹമായ ഒരു ക്ലാസ് ഖലീഫത്തുല്ലാഹി ഫീന മുഹീദ്ദീനി എന്ന വിഷയം ആസ്പദമായി അഭിനന്ദന അബ്ദുസ്സലാം ബാഖവി ഉസ്താദിന്റെ ക്ലാസ്സാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ശ്രോതാക്കൾ കാത്തിരിക്കുന്ന ഈ സെഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. അബ്ദുസ്സലാം ബാഖവി ഉസ്താദിനെ ആദരപൂർവ്വം ഈ ക്ലാസ് നയിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وأشهد أن لا إله إلا الله ولي الصالحين. وأشهد أن سيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആദരണീയരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഗൾഫ് കലണ്ടർ അനുസരിച്ച് ഇന്ന് റബീഉൽ ആഖിർ 10 അഥവാ 11-ാം രാവാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി തങ്ങളുടെ എന്താ പരപരണ്ടോ? ശബ്ദം ക്ലിയർ ഇല്ലേ എല്ലാവർക്കും? ഓക്കെ. ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് നേർച്ച നടത്താറുള്ളത് ഈ ദിവസത്തിലാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇന്ന് സംസാരിക്കപ്പെടണമെന്ന് KICR-ന്റെ പ്രവർത്തകർ ആഗ്രഹിച്ചു. ഇന്നലെയും ഇന്നും ഇൻഷാ അല്ലാഹ് ഇനിയും ചില ദിവസങ്ങളിലൊക്കെയായി വിഷയത്തെ ബന്ധപ്പെടുത്തിയുള്ള ക്ലാസുകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ സുഹബത്ത്, അവരുടെ മഅയ്യത്ത്, അവരുടെ സാമീപ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ,
ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളെ സംബന്ധിച്ച്, ഷെയ്ഖ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുത്ബുൽ അഖ്താബ്, ഗൗസുൽ ആലം അഷ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരും മുശായിഖന്മാരുമൊക്കെ അവരെ സംബന്ധിച്ച് സാധാരണയിൽ പ്രയോഗിക്കുമ്പോൾ ഷെയ്ഖ് തങ്ങൾ എന്നാണ് പ്രയോഗിക്കാറ്. വലിയ ആദരവോടെയും അതബോടുകൂടെയും മാത്രമേ അവർ സംസാരിക്കാറുള്ളൂ. വലിയ മഹാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിലുള്ള ഖലീഫമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖുലഫായിൽപ്പെട്ട ആളും ആണ്. അതുകൊണ്ട് തന്നെ ആ ആദരവ് ഒക്കെ വകവെച്ചു കൊടുത്തുകൊണ്ട് വലിയ വലിയ നമ്മുടെ ഉസ്താദുമാരെ സംബന്ധിച്ച് മശായിഖന്മാരുടെ ഒക്കെ ചരിത്രത്തിൽ കാണുന്നത്, പേര് പറയാൻ പോലും പലരും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ വിളിക്കുകയും അവരുമായി ബന്ധപ്പെട്ട അദ്കാറുകളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലാതെ സാധാരണ പറയുമ്പോൾ ഒരു ഭയപ്പാടോടുകൂടെ ഉള്ള സംസാരമാണ് സംസാരിക്കാറ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ അല്ലാഹു ആദരിച്ച മഹാന്മാരെ ഒക്കെ ആദരിക്കാനുള്ള ആ നല്ല മനസ്സ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആയാണല്ലോ, അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക് ഔ യുഖർരിബുനാ ഇലൈക്. പടച്ചവനെ, നിന്റെ മഹബ്ബത്തും നീ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മഹബ്ബത്തും എനിക്ക് നീ നൽകണമേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്തും വേണം. അല്ലാഹുവിന്റെ മഹബ്ബത്തിന്റെ അത് ചോദിച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ മഹബ്ബത്തും ചോദിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ, എന്തിനാണ് അത്? അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടിയ പിന്നെ അത് പോരെ, അല്ല പോരെ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. അല്ല പോരെ, മനുഷ്യന്മാർക്ക് വേറൊന്നും വേണ്ട എന്ന് അതിന് അവർ മനസ്സിലാക്കിയ അർത്ഥം വെച്ചുകൊണ്ട് ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അവര് ഇതിന് മറുപടി പറയേണ്ടതാണ്. അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടിയാൽ പിന്നെ എന്തിനാണ് മറ്റൊരാളുടെ മഹബ്ബത്ത്? ഇവിടെ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക് എന്ന് ദുആ ചെയ്യാനാണ്. അപ്പോ അള്ളാഹുവിന്റെ മഹബ്ബത്തും അവന്റെ അഹ്ബാബിന്റെ മഹബ്ബത്തും ചോദിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചരിത്രം, ആ ചരിത്രത്തിൽ വല്ലാതെ എന്നെ ചിന്തിപ്പിച്ച ഒരു രംഗമുണ്ട്. സഹീഹുൽ ബുഖാരിയിലുള്ള ഒരു ഹദീസാണത്. സഹീഹുൽ ബുഖാരിയിലുള്ള ഒരു ഹദീസ്, ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ്. അതിങ്ങനെ വായിക്കുമ്പോൾ, അത് ഓതി അത് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ പലപ്പോഴും എന്താണ് പടച്ച റബ്ബേ, നമ്മളൊക്കെ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നിങ്ങനെ ചിന്തിച്ചു പോകും. ദീനിനെ സംബന്ധിച്ച് യഥാർത്ഥം മനസ്സിലാക്കിയ ആളുകൾ എത്ര പേരുണ്ട്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും, ബഹുമാനപ്പെട്ട നമ്മുടെ മശായിഖന്മാര് ഉസ്താദുമാരുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളും കൂടി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്തൊരു ബന്ധമാണ്, എന്തൊരു യോജിപ്പാണ് അതും ഇതും തമ്മിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര വലിയ ഒരു ബന്ധമാണ്. എല്ലാം ഒരു ഉമ്മയുടെ മക്കളെ പോലെയുള്ള ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടാൻ കഴിയും. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമായി തങ്ങൾ അവരുടെ വഫാത്ത് അടുത്ത സന്ദർഭത്തിൽ
ആ മഹാന് അലട്ടിയിരുന്ന ഒരേ ഒരു വിഷയം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് അവിടുത്തെ കാലിന്റെ ചോട്ടിൽ ഒരു ഖബർ വേണം എന്നതായിരുന്നു. അവിടുത്തെ കാലിന്റെ ചോട്ടിൽ ഒരു ഖബർ വേണം. ഇതായിരുന്നു മൂപ്പരുടെ ആകെ ഹമ്മ്. പലരോടും അത് പറഞ്ഞു. സമസ്തക്ക് ആ ഭാഗം സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ലഭിച്ചപ്പോൾ മൂപ്പരുടെ പ്രധാന ആഗ്രഹം അതായിരുന്നു. എന്നല്ല, ബഹുമാനപ്പെട്ട ശൈഖുനായുടെ സ്മരണികയിൽ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളുടെ ഒരു ലേഖനമുണ്ട്. അതിൽ മൂപ്പര് പറയുന്നുണ്ട്, തിങ്കളാഴ്ചയാണല്ലോ ഷെയ്ഖുന വഫാത്താകുന്നത്. അപ്പൊ ഞായറാഴ്ച രാത്രി ആ വഴിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കോഴിക്കോട് ഭാഗത്തുകൂടി ഞാൻ വരുമ്പോ ഏതായാലും ഷെയ്ഖുനാനൊന്ന് കയറി കണ്ടിട്ട് പോരാമെന്ന് കരുതി അവിടെ ചെന്നു. അവിടെ ചെന്ന് കണ്ടു പോരണം എന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോ ഇപ്പൊ പോകുന്നത് ഒരു സുഖല്ല, ഒരു കാര്യം ഒക്കെ അടുത്ത് കൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അന്ന് പോന്നില്ല, അവിടെ താമസിച്ചു. അന്ന് രാത്രി അവിടെ താമസിച്ചു. പ്രഭാതത്തിന്റെ കുറച്ചു മുമ്പ് ഉസ്താദ് ഷെയ്ഖുനാക്ക് അസുഖം കൂടുതലാണ് എന്ന നിലക്ക്, അതെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത പോലെയുള്ള ചില അടയാളങ്ങൾ വെളിവായി. ആള് വന്നു, ഞാൻ അവിടെ ചെന്നു. ഷെയ്ഖുനയുടെ കൈ പിടിച്ചുകൊണ്ട് കൈ ഇങ്ങനെ പിടിച്ചമർത്തി. എന്നെ കണ്ടപ്പോ കറാഹത്താണ്, കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ സംസാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, തങ്ങളെ അവിടെ ഒരു ഖബർ. ഇതായിരുന്നു അപ്പോഴും മൂപ്പർക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ടവര് അന്ന് ആ സമയത്ത് മൂപ്പർക്ക് അപ്പോഴൊരു ഹമ്മ അതാ, അവിടെ ഒരു ഖബർ. തങ്ങൾ പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ ഉറച്ച കാര്യമാണ്, അതിലൊന്നും ശൈഖുന ദുഃഖിക്കണ്ട. പക്ഷെ നിങ്ങൾ പോവാനായിട്ടില്ല, നിങ്ങളെ ഇനിയും ഞങ്ങൾക്ക് വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ സംഭവം അങ്ങനെ അത് സാധിച്ച് അത് കിട്ടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് വേണ്ടി ജീവിത ആയുസ് മുഴുവനും ചെലവഴിച്ച ആ മഹാൻ അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ ആ ഭാഗ്യം കിട്ടി. എന്നാൽ സഹീഹുൽ ബുഖാരിയിലുള്ള ഒരു ഹദീസ്, ഇതേപോലത്തെ ഒരു ഹദീസ് നമുക്ക് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അതെന്താന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അവര് പറയാം, അബ്ദുള്ള പറയാണ്, എന്നെ ഉമറുൽ ഖത്താബ് തങ്ങൾ അഥവാ എന്റെ ഉപ്പ എന്നെ വിളിച്ചു ആ കുത്ത് കിട്ടിയതിന് ശേഷം. ആ സുഖമില്ലാത്ത സന്ദർഭത്തിൽ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബി ഇലാ ഉമ്മിൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് പോകണം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് പോകണം, മോനോട് പറയാണ്. എന്നിട്ട് ഫഖുൽ, അവിടെ ചെന്നിട്ട് പറയണം, യഖറഉ ഉമർ ഇബ്നുൽ ഖത്താബ് അലൈഹിസ്സലാം, ഉമർ ഇബ്നുൽ ഖത്താബ് സലാം പറയുന്നുണ്ട് എന്ന് പറയണം. ഉമർ ഇബ്നുൽ ഖത്താബ് സലാം പറയുന്നുണ്ട് എന്ന് പറയണം. എന്നിട്ട് സുമ്മ സൽഹ, ആയിഷ ബീവിയോട് ചോദിക്കണം, അൻ ഉദ്ഫന മഅ സാഹിബയ്യ, അവിടെ ഒരു ഖബർ. കണ്ടോ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അവിടെ ഒരു ഖബർ എനിക്ക് കിട്ടുമോ? എവിടെ ഒരു ഖബർ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവർ രണ്ടാളുടെയും അടുത്തായി കൊണ്ടൊരു ഖബർ കിട്ടുമോ? അത് ആയിഷ ബീവിന്റെ വീടാണല്ലോ, ആയിഷ ബീവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥല. അതുകൊണ്ട് ആയിഷ ബീവി സമ്മതിച്ചെങ്കിലേ അവിടെ ഖബറടക്കാൻ പറ്റുള്ളൂ. പൊതു മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാൻ ഇപ്പുറത്തുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഖബർ കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങൾ ആളയക്കാണെന്ന് മാത്രമല്ല, അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഖാലത്ത് അവിടെ ചെന്ന് വിഷയം പറഞ്ഞപ്പോൾ, ആയിഷ ബീവിന്റെ അരികിൽ ചെന്നുകൊണ്ട് വിഷയം പറഞ്ഞപ്പോൾ,
ആയിഷ ബീവി പറഞ്ഞ മറുപടി കുന്തു ഉരീദുഹു ലിനഫ്സി, അത് ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു, അവരും അത് ആഗ്രഹിച്ച് നടന്നിരുന്നതായിരുന്നു. കുന്തു ഉരീദുഹു ലിനഫ്സി, ഞാൻ അത് എനിക്ക് വേണ്ടി കരുതി വെച്ചതായിരുന്നു, ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു. അവിടെ ഒരു ഖബറിന് സ്ഥലമുണ്ട്, ഒന്നിലധികം ഖബറിന് സ്ഥലമുണ്ട്. പക്ഷെ ഒന്ന് അവിടെ ഉപയോഗിക്കാൻ പറ്റിയത് ഒന്നാണുള്ളത്, അത് ഞാൻ എനിക്ക് വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു. എന്നാൽ ഇപ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചതുകൊണ്ട് ഇനി ഞാൻ മടക്കുന്നില്ല. ഫല ഊസിറന്നഹുൽ യൗമ അലാ നഫ്സി, എന്നേക്കാൾ, എന്റെ നഫ്സിനേക്കാൾ ഞാൻ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങളെ തെരഞ്ഞെടുക്കുന്നു, അവർക്ക് ഞാനത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഫലമ്മ അഖ്ബല, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ തിരിച്ചു വന്നപ്പോൾ, ഖാല ലഹു മാ ലദൈക, എന്താ വിവരം? വളരെ ആർത്തിയോടുകൂടെ ചോദിക്കുക, എന്താ വിവരം? ഖാലത് അദിനത് ലക യാ അമീറൽ മുഅ്മിനീൻ, അദിനത് ലക യാ അമീറൽ മുഅ്മിനീൻ. ആയിഷ ബീവി സമ്മതം തന്നിട്ടുണ്ട് റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവി സമ്മതം തന്നിട്ടുണ്ട് എന്ന് മറുപടി പറഞ്ഞു റളിയല്ലാഹു തആല അൻഹാ. ഇത് പറഞ്ഞപ്പോ ഖാല, ഉമറുൽ ഖത്താബ് തങ്ങൾ പറയാ, മാ കാന ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലികൽ മൽജഇ. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മാ കാന ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലികൽ മൽജഇ, ആ വാക്കിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഇതിലും വലിയൊരു വിഷയം, എന്നെ അലട്ടുന്ന വേറൊരു വിഷയം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ഖബർ കിട്ടുമോ, ഇത് മാത്രമായിരുന്നു എന്റെ ഹമ്മ്. മാ കാന ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലികൽ മൽജഇ. റസൂലുള്ളാഹിന്റെയും സിദ്ദീഖുൽ അക്ബറിന്റെയും കാലിന്റെ ചുവട്ടിൽ, അവരുടെ സമീപത്ത് ഒരു കിടക്കാൻ ഒരു ഇടം കിട്ടുക എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്ന്. എന്റെ മാന്യ സഹോദരന്മാരെ, ഇത് പറയാൻ ഇന്ന് സുന്നികൾക്കല്ലാതെ ആർക്കാ അത് പറയാൻ കഴിയാം? ആർക്കാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുക? എന്ത് വ്യാഖ്യാനമാണ് ഇവിടെ ബാക്കിയുള്ള ബിദഈ പ്രസ്ഥാനക്കാർക്കൊക്കെ അതിന് നൽകാനുള്ളത്? എവിടെ ചെന്ന് കിടന്നാലെന്താ അവർക്ക്? ഏത് മണ്ണിനാ പ്രത്യേകത ഉള്ളത്? അവനാൻ ചെയ്തതിന് അവനാൻ കിട്ടുന്നല്ലാതെ, പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പണി കിട്ടുന്നല്ലാതെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതല്ലേ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്ത് എവിടെ കിടന്നാലെന്ത്, മദീനത്ത് കിടന്നാലെന്ത്, അല്ലാത്തടത്ത് കിടന്നാലെന്ത്. അത് മദീനത്ത് എന്ന് മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെക്കാൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സിദ്ദീഖുൽ അക്ബറിന് ശേഷം ഉമറുൽ ഖത്താബിനേക്കാൾ വലിയൊരു മുഅ്മിന ആരാ ഉള്ളത്? അവരെക്കാൾ വലിയ സേവനം ചെയ്ത ഒരു വ്യക്തി ആരാ ലോകത്തുള്ളത്? അഷ്റഫുൽ ഖൽഖ് തങ്ങൾ തന്നെ പറഞ്ഞതല്ലേ, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ. രണ്ടാമതൊരു ഉമറിനെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തണമെന്ന് ദുആ ചെയ്തിട്ട് കിട്ടിയ ആ ദുആന്റെ ഉത്തരാണല്ലോ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങൾ. ദീൻ അതോടുകൂടെ ശക്തിപ്പെടുകയും ചെയ്തു. ദീൻ അതോടുകൂടെ ശക്തിപ്പെട്ടു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ശേഷം ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അതിന് യോഗ്യൻ ഉമറുൽ ഖത്താബ് തങ്ങളാണെന്ന്. അതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. ഒരു പ്രവാചകനാവാനുള്ള യോഗ്യത ഉണ്ട്, പക്ഷെ പ്രവാചകൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് ചില ശാരീരികമായ പലതും വേണ്ടതുണ്ട്. ആ യോഗ്യതകളൊക്കെ ഒത്ത ആളാകുന്നു എന്ന്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങളാണല്ലോ ലോകത്തെ രണ്ട് വൻ ശക്തികളെ നശിപ്പിച്ചത്, തകർത്തത്, എന്നിട്ട് അവിടൊക്കെ ഇസ്ലാമിനെ എത്തിച്ചത്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങൾ അവസാനം ഈ നിലയ്ക്ക് ഇത്രമാത്രം ഇസ്ലാമിന് സേവനം ചെയ്തുകൊണ്ട് മഹാനവറുകൾ അവസാനം ദുആ ചെയ്യാണ്. മക്കത്ത് പോയിട്ട് ഹജ്ജിന് പോയിട്ട് ദുആ ചെയ്യാണ്, പടച്ചവനെ എന്റെ പ്രജകൾ അധികരിച്ചിരിക്കുന്നു, എന്റെ സാമ്രാജ്യം വിശാലമായിരിക്കുന്നു, അതുകൊണ്ട് എന്റെ ആരോഗ്യനില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നീ എന്ത് തരണം? എന്നെ നീ മരിപ്പിക്കണം. റുസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക വവഫാതൻ ഫീ ബലദി ഹബീബിക ഫീ ബലദി നബിയിക. എനിക്ക് മരിക്കണം. ആ മരിക്കുന്നത് റസൂലുള്ളാഹിന്റെ നാട്ടിലാകണം, റസൂലുള്ളാഹിന്റെ നാട്ടിൽ വെച്ച് ഷഹീദായി മരിക്കും വേണം എന്ന് ദുആ ചെയ്തു. റസൂലുള്ളാഹിയുടെ നാട്ടിൽ വെച്ച് മരിക്കണം, മദീനത്ത് വെച്ച് തന്നെ മരിക്കണം.
അവിടെ വെച്ചിട്ട് എന്തായും വേണം, അത് ഷഹാദത്തും കിട്ടണം എന്ന് ദുആ ചെയ്തു. അപ്പൊ അത് കേട്ട് നിൽക്കുന്ന ആര് ചോദിച്ചത്രേ, അതെങ്ങനെയാണ് രണ്ടും കൂടി നടക്കല്? ഷഹാദത്ത് കിട്ടണമെങ്കിൽ യുദ്ധത്തിന് പോകണ്ട, ഷഹീദാവണമെങ്കിൽ യുദ്ധത്തിൽ പോയെങ്കിലല്ലേ, യുദ്ധം ചെയ്തുകൊണ്ടല്ലേ ഷഹീദായി മരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മദീനത്ത് യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമല്ലല്ലോ. എന്തുകൊണ്ട്? മദീന പൂർണ്ണമായി ഇസ്ലാമിന് കീഴ്പ്പെട്ട, മദീനയും പരിസരം അറബ് ആ ഭാഗങ്ങളൊക്കെ ഇസ്ലാമിന് കീഴ്പ്പെട്ട കാലമാണല്ലോ. പിന്നെ എങ്ങനെ അവിടെ വെച്ചിട്ടൊരു ഷഹാദത്ത് കിട്ടലെന്ന് ചോദിച്ചപ്പോ, ഞാൻ ചോദിക്കേണ്ടത് ചോദിച്ച് കരളിനി അവന്റെ പണിയാണ് എന്ന് പറഞ്ഞ് നിർത്തി മൂപ്പര്. അതങ്ങനെയാണല്ലോ. അള്ളാഹ് വിചാരിച്ചാൽ അത് പ്രയാസമല്ലല്ലോ. അള്ളാന്റെ ഹബീബിന്റെ, നിന്റെ നബിന്റെ നാട്ടിൽ വെച്ചിട്ട് ഷഹീദാവണമെന്ന് ദുആയിരുന്നു. അള്ളാഹു തആല എന്താ കൊടുത്തത്? നബിന്റെ നാട്ടിൽ വെച്ചിട്ട് എന്നല്ല, നബിന്റെ പള്ളിയിൽ വെച്ചിട്ടൊന്നുമല്ല, റസൂലുള്ളാഹി നിസ്കരിച്ച മിഹ്റാബിൽ വെച്ചിട്ടാ ഷഹാദത്താണ് കൊടുത്തത്. നോക്ക്, റസൂലുള്ളാഹി നിസ്കരിച്ച ആ മിഹ്റാബിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഷഹാദത്താണ് കൊടുത്തത്. അവിടെ വെച്ചിട്ടാ കുത്ത് കിട്ടണത്. ഈ നിലക്കുള്ള മഹാന് ആ കുത്ത് കിട്ടിയിട്ട് മരണത്തോട് അടുത്ത് നിൽക്കുമ്പോ പറയാണ് എന്തെന്ന്, എന്റെ ജീവിതത്തിലെ ഒരേ ഒരു അഭിലാഷം, ഇത്രമേൽ വലിയ ഒരു അഭിലാഷം വേറെ എനിക്കുണ്ടായിട്ടില്ല. എന്ത്? മാ കാന ശൈഉൻ, എന്താണ് ഹദീസിന്റെ ഭാഗത്ത് പറഞ്ഞത്? അഹമ്മ മാ കാന ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലിക്കൽ മൽജഇ. ആ റസൂലുള്ളാഹിയുടെ പിന്നിൽ ഒരു ഖബർ, അതിനേക്കാൾ വലിയൊരു ഹമ്മ് എനിക്കുണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചു നോക്ക്. ഷെയ്ഖുനാക്ക്, ശംസുൽ ഉലമാക്ക്, അവർക്ക് വരക്കൽ മുല്ലക്ക് തങ്ങളെ കാലിന്റെ ചോട്ടിൽ ഖബർ ഇട്ടു. ആരാണത്? ആരാണീ പറയുന്നത്? എല്ലാവരും ശത്രുക്കളടക്കം സമ്മതിക്കുന്ന മഹാമനുഷ്യൻ, അവരുടെ ജീവിതകാലത്ത് തത്തുല്യനായൊരു മനുഷ്യൻ ജീവിച്ചിട്ടില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്ന വസ്തുതയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ഹയാത്ത് കാലത്ത് അവർക്ക് കിടയത്തൊരു മനുഷ്യൻ ജീവിച്ചിട്ടില്ല. ആ നിലക്കുള്ള ദീനിന് ഇത്രമേൽ സേവനം ചെയ്തൊരു മഹാമനുഷ്യൻ പറയാം, എനിക്കും അവിടെ ഖബർ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കും. എന്താ ദീൻ എന്ന് തിരിഞ്ഞൊരവസ്ഥ, ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കിയവരുടെ അവസ്ഥ ഇതാകുന്നു. ഒക്കെ ഒരു ഉമ്മയുടെ മക്കളെ പോലെയുള്ള അവസ്ഥ കണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മൾ ആദ്യമായി ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടായിരിക്കണം കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളുടെ കൂടെ നിൽക്കുകയും വേണം. സാദിഖീങ്ങളുടെ കൂടെ നിൽക്കണം, സിദ്ഖിന്റെ അഹ്ലുകാരുടെ കൂടെ നിൽക്കണം. ഖലീഫത്തുല്ലാഹി ഫീനാ മുഹ്യിദ്ദീനി എന്നതാണ് നമ്മുടെ വിഷയം. ഭൂമിയിലെ അള്ളാഹുവിന്റെ ഖലീഫയായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ, ഇതാണ് വിഷയം. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് വിശദമായി പറയേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇന്നൊരു ക്ലാസ് കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, അത്രത്തോളം വിശാലമായി പറയാവുന്ന ഒരു അവസ്ഥ ഇന്ന് എനിക്കില്ല, ശബ്ദത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ബാക്കി അടുത്ത ക്ലാസ്സിലായിട്ട് ഇന്നൊരു ആമുഖം പോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എന്തിനാ ഇതിനൊക്കെ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എന്തിനാണ് സമയം ഇതിനൊക്കെ വിനിയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി ഞാൻ പറയാം. അല്ലാഹു തആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ എന്നാണ്. സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വകൂനൂ, നിങ്ങൾ ആവണം, മഅസ്സാദിഖീന, സ്വാദിഖീങ്ങളുടെ കൂടെയാവണം. സ്വാദിഖീങ്ങളായ ആളുകളുടെ, സിദ്ഖിന്റെ അഹ്ലുകാരുടെ കൂടെ നിൽക്കണം. ഇത്തഖുല്ലാ എന്ന് പറയുമ്പോൾ, ഇത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും പെട്ടു. എല്ലാ നന്മകളെയും നിങ്ങൾ ഉൾക്കൊള്ളണമെന്നും എല്ലാ തിന്മകളെയും നിങ്ങൾ വർജിക്കണമെന്നും അതിൽപ്പെട്ടല്ലോ. അതിൽപ്പെടാത്തതൊന്നുമില്ലല്ലോ. അതിൽപ്പെട്ടു നിസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, എല്ലാം അതിൽപ്പെട്ടു. നിങ്ങൾ കളവ് പറയരുത്, നിങ്ങൾ സത്യമേ പറയാവൂ, ഇതെല്ലാം അതിൽപ്പെട്ടു. പക്ഷെ പിന്നീട് അല്ലാഹു പറയുന്നു വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളുടെ കൂടെ ആവണം എന്ന്. സ്വാദിഖീങ്ങളുടെ കൂടെ ആവണം എന്ന്. സ്വാദിഖീങ്ങളിൽ പെടണം എന്നല്ല, സ്വാദിഖീങ്ങളിൽ പെടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യം പറയണം എന്നർത്ഥമായിരിക്കും.
അതല്ല, അവരുടെ കൂടെ ഒട്ടി നിൽക്കണം, അവരോട് ചേർന്ന് നിൽക്കണം, അവരുമായുള്ള ബന്ധം നിങ്ങൾക്ക് വേണം എന്ന്. മനസ്സിലായോ? ഇതാണ് അവിടെ പറയുന്നത്. എന്നാൽ നമുക്ക് എന്താണ് അല്ലാഹു തആല അങ്ങനെ പറയാൻ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയാനുള്ള കാരണം സ്വാദിഖീങ്ങളുടെ കൂടെ ആവണം എന്ന് പറയാനുള്ള കാരണം എന്താ? സത്യം പറയണം, പിന്നെ നിസ്കരിക്കണം, നോമ്പ് നോക്കണം, ഇതൊക്കെ നമ്മളോട് കൽപ്പിച്ചു ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയുള്ളൊരു കൽപ്പന സ്വാദിഖീങ്ങളുടെ കൂടെയാവണം എന്നാ. സത്യമേ പറയാവൂ എന്നത് ഇത്തഖുല്ലാഹിൽപ്പെട്ടു. എന്നാൽ സ്വാദിഖീങ്ങളുടെ കൂടെയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ സത്യം പറയണം എന്നല്ലല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മുന്നത്തേൽ പെട്ടല്ലോ. സത്യമേ പറയാവൂ, അത് വേറെ വിഷയമാണ്. പക്ഷെ സ്വാദിഖീങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊരു പ്രത്യേക കൽപ്പനക്ക് എന്താ കാരണം? പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, ആദ്യമായി എന്റെ മാന്യ ശ്രോതാക്കൾ, എന്താണ് സ്വാദിഖ്, എന്താണ് സിദ്ഖ്? സ്വാദിഖീങ്ങൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധതയാണല്ലോ. ഉള്ളും പുറം ഒരുപോലെ ആവലാണല്ലോ സിദ്ഖ് എന്ന് പറയുന്നത്. ഇത് സിദ്ഖ് അള്ളാഹുമായുള്ള സിദ്ഖും ഉണ്ട്, മനുഷ്യന്മാരോടുള്ള സിദ്ഖുമുണ്ട്. അള്ളാഹുമായുള്ള ഇടപാടിൽ സത്യസന്ധരാവണം, മനുഷ്യന്മാരുമായുള്ള ഇടപാടിലും സത്യസന്ധരാവണം. ഇത് രണ്ടും. ഒരു മിനിറ്റ് എനിക്കൊരു കോള് ബഹ്റൈനിൽ നിന്ന് വന്നിട്ട് ഒന്ന് എടുക്കട്ടെട്ടാ. ഒന്ന് മൈക്ക് റിലീസ് ചെയ്യാം. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അബ്ദുൽ സലാം ബാഖവി ഉസ്താദിന്റെ ക്ലാസ് തുടർന്ന്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അതെ, പിന്നെ ക്ഷമിക്കണേ, ഞാന് ഫോൺ എടുക്കാതെ മറ്റുള്ളവരെടുത്തതാ. പിന്നെ ബഹ്റൈനിലാണ് എന്ന് പറഞ്ഞിട്ട് തരാൻ പറഞ്ഞത് കൊണ്ട് വാങ്ങിയതാണ്. അപ്പോ ഇൻഷാ അല്ലാഹ്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധതയാണ്. സത്യസന്ധത എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കാ സത്യസന്ധത. രണ്ട് വിഭാഗത്തോട് സത്യസന്ധത വേണം. ഒന്ന് മനുഷ്യന്മാരോട് സത്യം പറയുക, സത്യത്തിൽ പെരുമാറുക, സത്യത്തോടുകൂടെ വർത്തിക്കുക. അള്ളാഹുവിനോടും സത്യത്തോടിൽ വർത്തിക്കുക. ഇത് രണ്ടും വേണമല്ലോ. ഇതിലേതാ പ്രയാസമുള്ളത് സഹോദരങ്ങളെ? അള്ളാഹുവിനോടുള്ള സിദ്ഖാണോ അതല്ല മനുഷ്യന്മാരോടുള്ള സിദ്ഖാണോ? ഒന്നാമത്തതാ രണ്ടാമത്തതാ പ്രയാസം നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് അടിക്കിങ്ങള് ടൈപ്പ് ചെയ്യും. ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സത്യസന്ധതയാണോ പ്രയാസം, മനുഷ്യന്മാരോടുള്ള സത്യസന്ധതയാണോ പ്രയാസം? മനുഷ്യന്മാരോട് ഇപ്പോ ഒരാൾ അടിച്ചിട്ടുള്ളത്, വേറൊരാൾ ഒന്ന് അടിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനോട്. അപ്പൊ രണ്ടഭിപ്രായം ഉണ്ടെന്നർത്ഥം. രണ്ടഭിപ്രായം ഉണ്ട് അല്ലേ? പക്ഷെ അധികം ആളുകളും മനുഷ്യന്മാരോട് അടിക്കുന്നത്. എന്നാ അതല്ല ശരി. മനുഷ്യന്മാരോടുള്ള സത്യസന്ധതയല്ല, അള്ളാഹുവിനോട് സത്യവാൻമാരാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം ആരാ ഉൾക്കൊണ്ടവർ? ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ.
ഇന്ന് നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിൽ എത്രണ്ട് സത്യമുണ്ട്? നമ്മൾ എല്ലാ നിസ്കാരത്തിലും പറയുന്നതാണല്ലോ അത്, അങ്ങനെ പറയേണ്ടതാണല്ലോ അത്. ഇന്ന സ്വലാത്തി എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്നല്ല എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ സകലതും അള്ളാഹുവിന്റെ പൊരുത്തമുള്ളടത്തേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നിസ്കരിച്ച് സലാം വീട്ടി ഇറങ്ങിയിട്ട് നമ്മുടെ കണ്ണ് ഒരു വേണ്ടാത്തരം കണ്ടപ്പോ അവിടെ അള്ളാഹുടെ പൊരുത്തമുണ്ടോ ഇല്ലെന്ന് നമ്മൾ നോക്കിയോ? അവിടെ കണ്ണിന്റെ ഇച്ഛക്ക്, കണ്ണിന്റെ വികാരത്തിന് നമ്മൾ അടിമപ്പെട്ടു. അവിടെ അള്ളാഹുവിന് വേണ്ടിയാണോ ഇത് അല്ലേ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? നോക്കാൻ നമ്മൾ തയ്യാറാവാറുണ്ടോ? ഒരു ഉദാഹരണം, ഇനി വൽ യുഖസ് മാലം യുഖൽ, ബാക്കിയുള്ളതൊക്കെ കണ്ട് ആലോചിച്ച് നോക്കി, ഓരോന്നും ആലോചിച്ച് നോക്കൂ. എന്തിനേറെ പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞ പടച്ചോനെ ഇനി ഞാൻ ചെയ്യില്ല എന്നല്ല പറയുന്നത്, ചെയ്തതിൽ എനിക്ക് ഖേദമുണ്ട് എന്നല്ലേ ഞാൻ പറയുന്നത്. ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങുകയില്ല, ഞാനത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, ഇനി ഒരിക്കലും ചെയ്യില്ല, ചെയ്തതിൽ എനിക്ക് ഖേദമുണ്ട്, അതുകൊണ്ട് വന്നത് എനിക്ക് പുറത്തു തരണം. അത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് എന്നെ പൊളിച്ചില്ലേ? എന്തിലാ നമുക്ക് സത്യസന്ധത ഉള്ളത്? അള്ളാഹുമായുള്ള ഇടപാടില് എവിടെയാണുള്ളത്? അള്ളാഹുമായുള്ള സിദ്ഖ് എന്ന് പറയുന്നത്, പൂർണ്ണ അർത്ഥത്തിൽ സാദിഖാവുക എന്ന് പറയുന്നത്, അതാണ് നുബൂവത്ത് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും ഉന്നതമായ പദവി. മനസ്സിലായോ? അവിടേക്ക് എത്തിയവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും ഉയർന്ന ആളുകളും. അതാണ് സിദ്ദീഖീങ്ങൾ, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ലാ യസാലുർ റജുലു യതഹറർ സിദ്ഖ, മനുഷ്യൻ സിദ്ഖിനെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആയി അങ്ങനെ പെട്ടെന്ന് ഒറ്റയടിക്കണ്ട് സിദ്ദീഖാൻ പറ്റില്ല. ഓരോ വിഷയത്തിലും സിദ്ഖിനെ അവൻ പരിഗണിച്ചുകൊണ്ടിരിക്കും, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, സൂക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഹത്താ, അങ്ങനെ അതിന്റെ ഒരു അവസാന ഘട്ടാണത്. യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖാ, അള്ളാഹുവിന്റെ അരികിൽ അവനെ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തുന്നത് വരെ കുറച്ച് പണിയുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അതിന്റെ കൂടെ നിൽക്കലാണ്. അള്ളാഹു മനുഷ്യന്മാരോട് കളവ് പറയാൻ പറ്റുന്നല്ല, അതിപ്പോ അള്ളാഹുവിനോട് നമ്മൾ കളവ് പറയാൻ ഉദ്ദേശിച്ച് പറയല്ല, പക്ഷേ നമ്മുടെ ശരീരം അതിന് അനുവദിക്കുന്നില്ല. ആ അവസ്ഥ മാറണം. അപ്പോ അതാണ് സാദിഖീങ്ങൾ. ഈ സാദിഖീങ്ങളുടെ കൂടെ ഒട്ടി നിൽക്കലാണ് ആ സിദ്ഖിന്റെ സ്വഭാവം നമ്മിലേക്ക് വരാനുള്ള മാർഗം. അപ്പോഴേ ഇതൊക്കെ പൂർണ്ണാവുള്ളൂ, അപ്പോഴാണ് ഇതൊക്കെ പൂർണ്ണാവുള്ളൂ. അതാണ് ആ പറയുന്നത്. മാന്യ സഹോദരന്മാർ മനസ്സിലാക്കണം. മനസ്സിലായോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ മുത്മഇന്നത്തായ ശരീരമേ, ഓ മുത്മഇന്നത്തായ ശരീരമേ. വഫാത്തിന്റെ സമയത്ത് മനുഷ്യൻ കേൾക്കുന്നതാണല്ലോ അത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങി വാ, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങുക. ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, പരസ്പരം തൃപ്തിയോടുകൂടെ. ഫദ്ഖുലി ഫീ ഇബാദി, ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് പ്രവേശിക്കൂ, എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് ഇങ്ങോട്ട് കടക്കൂ. വദ്ഖുലി ജന്നതി, വദ്ഖുലി ജന്നതി, സ്വർഗത്തിലേക്കും പ്രവേശിക്കൂ എന്ന്. സ്വർഗത്തിലേക്കും പ്രവേശിക്കൂ. ഇവിടെ നിങ്ങൾ നോക്ക്, അവിടെ പറയുന്നത് മരണമാസന്നമായ മനുഷ്യനോടും മറ്റുമൊക്കെ കേൾക്കുന്ന ഈ ആയത്ത്, ആ ആയത്തിൽ പറയുന്നത് എന്താ? മനുഷ്യരോട് ഉദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളിലേക്ക് ഇങ്ങോട്ട് കടക്ക്. വദ്ഖുലി ജന്നതി, എന്നിട്ട് സ്വർഗത്തിലേക്ക് കടക്കാനാണ്. നേരെ സ്വർഗത്തിൽ കണ്ടുപോയാൽ പോലെ ഈ ആളുകൾക്ക്. പക്ഷെ അള്ളാഹ് പറയുന്നത് എന്താ? വദ്ഖുലി ഫീ ഇബാദി, എന്റെ ഇബാദിന്റെ കൂട്ടത്തിലേക്ക് പ്രവേശിക്കണം, എന്റെ ഇബാദിന്റെ കൂട്ടത്തിലേക്ക് കടക്കണം. അങ്ങനെ കൂടിയിട്ടാ അങ്ങോട്ട് പോകല്.
മൻ ശദ്ദ ശുദ്ദ ഫിന്നാർ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ചേർത്ത് വായിച്ചാൽ നമുക്ക് വലിയ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ആമുഖമായ ചില വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സഹീഹുൽ ബുഖാരിയിൽ തന്നെയുള്ള ഒരു സംഭവം ഞാൻ പറയാം. സഹീഹുൽ ബുഖാരിയിൽ ഒരു സംഭവമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ച ഒരു കഥയാണ്. ആ കഥ സഹീഹുൽ ബുഖാരിയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. ബുഖാരിയിലായതുകൊണ്ട് ചിലപ്പോൾ തള്ളാൻ പറ്റില്ലല്ലോ. അതെല്ലാം പറ്റാത്തവർ സ്വീകരിച്ചിരുന്നു വരും. അതെന്താ? ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട ഒരാളുടെ സംഭവം, ഒരു കഥ റസൂലുള്ള വിവരിക്കുക. അദ്ദേഹം മറ്റൊരാൾ, രണ്ടാളും മുഅ്മിനീങ്ങളാ. ഒരാള് മറ്റൊരാളുടെ അരികിൽ പോയി കുറച്ച് 1000 ദീനാർ കടം ചോദിച്ചു. 1000 സ്വർണ്ണ നാണയം കടം ചോദിക്കണം. അപ്പോ കടം ചോദിക്കപ്പെട്ട ആള് ഇദ്ദേഹത്തോട് പറഞ്ഞു, കടം ഞാൻ തരാം, പക്ഷേ ഒരു സാക്ഷി അല്ലെങ്കിൽ ഒരു കെഫീല് വേണം, ജാമ്യക്കാരൻ വേണം. നിങ്ങളിത് വാങ്ങിയിട്ട് ഇദ്ദേഹം ബിസിനസിന് വേണ്ടി കടൽ കടന്ന് പുറത്തു പോവാണ്, വിദേശത്തേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ പോയാൽ എനിക്ക് സമയമാകുമ്പോ ഈ കാശ് കിട്ടാൻ ആരാ ഒരു കെഫീല് വേണ്ടേ? ഇത്തിനി ബി കെഫീലിൻ, ഒരു കെഫീലിനെ കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, കഫാ ബില്ലാഹി വക്കീല, അള്ള പോരെ കെഫീലായിട്ട് എന്ന് പറഞ്ഞു. അള്ള തന്നെ ജാമ്യം എന്ന് പറഞ്ഞു. പിന്നെ പോട്ടെ, ഒരു ഷഹീദ് വേണം, ഒരു സാക്ഷി വേണം എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദ, ഒരു അള്ളാഹു പോരെ സാക്ഷിയായിട്ട് എന്ന് പറഞ്ഞു. രണ്ടാളും മുഅ്മിനീങ്ങളാ. ഇത് കേട്ടപ്പോ മൂപ്പര് സമ്മതിച്ചു. ഇവിടെ ഹദീസിന്റെ ഷറഹില് ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു ഹജർ തങ്ങള് ഈ കടം ചോദിക്കപ്പെട്ട ആള് നജാഷിയാണ് എന്നൊരു വർത്താനം പറഞ്ഞിട്ടുണ്ട്. അത് ആരോ ആവട്ടെ, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും രണ്ട് സാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട യഥാർത്ഥ മുഅ്മിനീങ്ങളാണ് ഇവർ. എന്നാ അത് മതിയെന്നും പറഞ്ഞ് കാശ് കൊടുത്തു. സമയമായപ്പോൾ എന്ത് ചെയ്തു? ഇയാള് ഈ പൈസയും വാങ്ങി ബിസിനസിന് വേണ്ടി നാട് വിട്ടുപോയി. അവിടെ പോയി കച്ചവടം നടത്തി. കച്ചവടമൊക്കെ ഒന്ന് ലാഭിച്ചു. അൽഹംദുലില്ലാ, ആവശ്യത്തിന് പൈസ ഒക്കെ കിട്ടി. തിരിച്ചു വരാൻ വേണ്ടി സമയം, ഈ കാശ് തിരിച്ചു കൊടുക്കാനുള്ള സമയത്തേക്ക് തിരിച്ചെത്താൻ വേണ്ടി അദ്ദേഹം വീണ്ടും തിരിച്ചു വരാനുള്ള വാഹനം അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊരു വാഹനം കിട്ടിയില്ല. അന്വേഷണം തുടർന്നു, പക്ഷെ ഒരു വാഹനം കിട്ടിയില്ല. ആ ഭാഗത്ത് കടൽ ഇന്നത്തെ പോലെ അങ്ങനെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നൊന്നും സമയമല്ലല്ലോ. വല്ല തോണിയോ കച്ചവട സംഘമോ പോകുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു, ഒന്നും കിട്ടിയില്ല. അപ്പൊ അവസാനം അയാൾ ചെയ്ത പണി എന്താ? ഈ കടം തിരിച്ചു കൊടുക്കേണ്ടുന്ന സമയമായിട്ടുണ്ട്, സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇനിയും വൈകിയാൽ അങ്ങോട്ട് എത്തില്ല എന്ന് ഉറപ്പായി. എന്നാൽ ഇവിടെ ഈ വിഷയത്തിൽ ആരെയാണ് സാക്ഷിയാക്കിയിട്ടുള്ളത്? അള്ളാഹുവിനെയാണ്. ആരെയാണ് കഫീലാക്കിയിട്ടുള്ളത്? അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ടുള്ള, അള്ളാഹുവിനെ കഫീലാക്കിയിട്ടുള്ള ഒരു വിഷയത്തിൽ ആ സംഗതി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അതൊരു വലിയ അപകടമാവുമല്ലോ. എന്ത് ചെയ്യും? അദ്ദേഹം ഒരു മരം എടുത്തുകൊണ്ടുവന്നു. ആ മരം എടുത്തുകൊണ്ടുവന്നിട്ട് അതിനൊരു ദ്വാരമുണ്ടാക്കി. ആ ദ്വാരത്തിൽ 1000 സ്വർണ്ണ നാണയം വെക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ മനുഷ്യന്റെ ഈമാന്റെ ശക്തി, സിദ്ഖിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കണം. 1000 സ്വർണ്ണ നാണയം പോയിട്ട് ഒരു സ്വർണ്ണ നാണയം അങ്ങനെ വല്ലതും വെക്കാൻ നമ്മൾ തയ്യാറാവുമോ? 1000 സ്വർണ്ണ നാണയം അതിൽ വെക്കുകയാണ്. എന്നിട്ട് അതിനെ ചില്ലുകൊണ്ട് അടച്ചു. എന്നിട്ട് പിന്നെ ബാക്കി മരം കൊണ്ട് മൂടി. എന്നിട്ട് അതിനെ മെഴുകൊക്കെ വെച്ച് നന്നായി എങ്ങനെയൊക്കെ അതിനെ പിന്നെ ശരിക്ക് ഭദ്രമായി സൂക്ഷിക്കാൻ പറ്റുമോ ആ വിധത്തിൽ അതിനെ ഭദ്രമായി അടച്ചു. എന്നിട്ട് അദ്ദേഹം ഈ മരക്കഷ്ണവും എടുത്ത് തന്റെ തോളിലേറ്റി കടൽ തീരത്ത് ചെന്നുകൊണ്ട് വീണ്ടും അന്വേഷിച്ചു, വല്ല വണ്ടിയും പോകണ്ടോ? ഇല്ല. അപ്പോ മൂപ്പരെന്ത് ചെയ്തു? പടച്ചോനെ, ഞാൻ ഒരാളിൽ നിന്ന് ഇങ്ങനെ 1000 ദീനാർ കടം ചോദിച്ചു. അപ്പൊ അയാള് നീ ആണ് കഫീല്, ഒരു കഫീല് വേണമെന്ന് പറഞ്ഞപ്പോ നീയാണ് കഫീല് എന്ന് ഞാൻ പറഞ്ഞു. ഒരു സാക്ഷി വേണമെന്ന് പറഞ്ഞപ്പോൾ സാക്ഷി അള്ളാഹു ആണെന്ന് പറഞ്ഞു. നിന്നെ സാക്ഷിയും നിന്നെ ജാമ്യക്കാരനുമാക്കിയും കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. സമയത്ത് തിരിച്ചു പോവാൻ വേണ്ടി പല വഴികൾ ഞാൻ അന്വേഷിച്ചു നോക്കി, ഒന്നും വിജയിച്ചിട്ടില്ല.
അതുകൊണ്ട് ഇത് തിരിച്ചേൽപ്പിക്കൽ നിന്നെ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ അത് നിന്നെ കളവാക്കലാണ്. അതുകൊണ്ട് ഇന്നി അസ്തൗദിഉകഹാ, ഈ പണം ഞാനിതാ നിന്നെ ഏൽപ്പിക്കുന്നു, നീ ഈയണ്ട് വീട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് കടലിലേക്കാണ്ട് എറിഞ്ഞു. അതാണ് സിദ്ഖ്. മനസ്സിലായോ? കടലിലേക്കണ്ട് ഇന്നി അസ്തൗദിഉകഹാ, ഈമാന്റെ ശക്തിയാണ് കാണുന്നത്. ഇത് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു, അതുകൊണ്ട് ഇത് വീട്ടിൽ ഇനി എന്റെ പണിയാ, അതുകൊണ്ട് നീ അങ്ങോട്ട് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആ മനുഷ്യൻ കടലിലേക്ക് അതുകൊണ്ട് വലിച്ചെറിയുകയാണ്. അങ്ങനെ സമയം കഴിഞ്ഞു. പിന്നെയും പക്ഷെ അയാള് അവസാനിപ്പിച്ചില്ല, അന്വേഷണം അവസാനിപ്പിച്ചില്ല. കാരണം പ്രത്യക്ഷത്തിൽ ഉത്തരവാദിത്വം തീർന്ന് ഒഴിവായി ബറാഅത്ത് ദിമ്മത്ത് ഉറപ്പുവരുത്തണമല്ലോ. അതുവരെ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടല്ലോ. അദ്ദേഹം വീണ്ടും തിരിച്ചു പോകാനായിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തിരിച്ചു പോകേണ്ട സമയമായപ്പോൾ അദ്ദേഹം തിരിച്ചുപോയി. ഒരു വണ്ടി കിട്ടിയ ആള് തിരിച്ചുപോയി. തിരിച്ചു ചെന്ന് ആദ്യം തന്നെ ഈ കടം കൊടുത്ത ആളുടെ വീട്ടിലേക്ക് ചെന്നു. കടം കൊടുത്ത ആളുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തോട് വിവരം ഇങ്ങനെ പറയാം, ഞാൻ കുറെ സമയം വൈകിപ്പോയി, ഇങ്ങനെ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, കാരണം വണ്ടി കിട്ടാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, അത് സാരല്ല, പോയിക്കോ, അത് സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു എഴുത്തും എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഇന്നാൾ അയക്കുന്ന പണമാണ്, ഇന്നാൾക്കുള്ള പണമാണെന്ന് അയച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ നടക്കുകയാണ്, കടൽ തീരത്ത് കൂടെ നടക്കുക, ഒരു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടന്നു, ഇങ്ങനെ ആള് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും ചെയ്യാൻ വേണ്ടി ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോ ഒരു മരക്കഷ്ണം കണ്ടു, വലിയൊരു മരമുട്ടി കണ്ടപ്പോ ഇത് കൊണ്ടുപോയാ എന്റെ വീട്ടിലുള്ളവർക്ക് അടുപ്പിൽ വെക്കാൻ പറ്റുമല്ലോ, വിറകാക്കി ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി ഞാനത് എടുത്തുകൊണ്ടുപോയി പൊളിച്ചു നോക്കുമ്പോ അതിലതാ ഒരു ലെറ്റർ, അതിന്റെ അടിയിൽ അതാ കാശ്, നോക്കുമ്പോ അതിന്റെ കാശാണ്, അത് ഞാനെടുത്തു. അതുകൊണ്ട് ഇന്തലിക്ക് സാലിമാ, സുഖമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? എന്താണതൊക്കെ വിഷയങ്ങള്? ഇതാണ് സ്വാദിഖീങ്ങൾ എന്ന് പറയുന്നത്. ഇവരെ കൂടെ നിൽക്കണം. അങ്ങോട്ടണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ അത് ഈമാന്റെ അതിന്റെ പരിപൂർണതയിലേക്ക് എത്തലാണ്. അങ്ങോട്ട് എത്താനുള്ള വഴിയാണ് എന്തെന്ന്? അവരെ കൂടെ നിൽക്കുക. അതിങ്ങോട്ട് പകർന്നു കിട്ടും. അപ്പൊ അവരെ കൂടെ നിൽക്കുക. കൂടെ നിൽക്കുക എന്ന് പറഞ്ഞത് എങ്ങനെ? അത് പല രൂപത്തിലാണ്. അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരെ സിയാറത്ത് ചെയ്തുകൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട്, അവരുടെ സാമീപ്യം കിട്ടുന്നിടത്തോളം കിട്ടിച്ചുകൊണ്ട്, ഇങ്ങനെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹയ്യൻ വമയ്യിതൻ, അവര് ജീവിച്ചിരിക്കട്ടെ, അവർ വഫാത്താവട്ടെ, അവരുമായുള്ള സമ്പർക്കം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അത് വലിയ ഗുണ. അവരെ കൂടെ നിൽക്കണം. കണ്ടോ? നേരത്തെ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചരിത്രം നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ അവിടെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് വഫാത്തായി ഈ നിലക്ക് ഇത്രയും വലിയ മഹാത്ഭുതങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദീനിന് ഇത്രമേൽ നേട്ടങ്ങൾ ഉണ്ടാക്കി അവസാനം ഷഹീദായി ഖബർ മയ്യത്ത് കട്ടലിലേക്ക് വച്ച സന്ദർഭത്തിൽ പറഞ്ഞൊരു ഹദീസ് ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. ആ ഹദീസിൽ പറയുന്നത് എന്താ? ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജനാസ മയ്യത്ത് കട്ടലിൽ വെച്ച സന്ദർഭം എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഒരാൾ എന്റെ പിന്നിൽ വന്ന് എന്റെ ചുമലിൽ, ആള് ധാരാളം സമയമാണ്, തിരക്കുണ്ട്. അപ്പൊ ഒരാൾ വന്ന് അദ്ദേഹത്തിന്റെ കൈമുട്ടി എന്റെ ചുമലിൽ വെച്ചു. അപ്പോ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, യർഹമുക്കല്ലാഹു യാ ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇങ്ങനെ പലതും ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു എന്തെന്ന്? ഇന്നി ലഅർജു അൻ യജ്അലകല്ലാഹു മഅ സാഹിബൈക, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിങ്ങളുടെ രണ്ട് ചങ്ങാതിമാരുടെ കൂടെ തന്നെ ആക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമർ തങ്ങളോട് ഖിതാബായും കൊണ്ട് ബഹുമാനപ്പെട്ട ഒരു സഹാബി എന്റെ പിന്നിൽ നിന്നിട്ട് പറയാം, ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിങ്ങളുടെ രണ്ട് സാഹിബ് അഥവാ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവരുടെയും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, അവരുടെയും കൂടെ തന്നെ ഇനി വിടുന്നങ്ങോട്ടുള്ള യാത്രയിലും അവരുടെ കൂടെ തന്നെ ആക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന്.
എന്നിട്ട് അതിന് കാരണം എന്താ? അങ്ങനെ ഒരു ആ ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും. അവരുടെ കൂടെ ഖബർ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബർസഖിലും മഅ്ശറയിലും സ്വർഗത്തിലും ഒക്കെ നിങ്ങൾ ഒരുമിച്ചാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ കാരണം? കാരണം നിങ്ങൾ ദീനിൽ വന്നിട്ടല്ലേ, നിങ്ങൾ ഇസ്ലാമായപ്പോഴല്ലേ ഇസ്ലാമിന് അന്തസ്സുണ്ടായത്. അതല്ല പറഞ്ഞത്. നിങ്ങളല്ലേ റോമാ സാമ്രാജ്യത്തെയും പേർഷ്യൻ സാമ്രാജ്യത്തെയും ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ കൊണ്ടുവന്നത്. അതുമല്ല പറഞ്ഞത്. അങ്ങനെ എന്തെല്ലാം പറയാനുണ്ട്, അങ്ങനെ എന്തെല്ലാം പറയാനുണ്ട്. അതൊന്നുമല്ല പറഞ്ഞത്. അവസാനം പറഞ്ഞത് എന്താ മൂപ്പര് പറഞ്ഞത്? കാരണം ലഅന്നി കസീറൻ മാ കുന്തു അസ്മഅ, ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. എന്തെന്ന് പറയുന്നത്? കുന്തു അന വ അബൂബക്കറിൻ വ ഉമർ, റഅയ്തു അന വ അബൂബക്കറിൻ വ ഉമർ, ദഖൽതു അന വ അബൂബക്കറിൻ വ ഉമർ, ഖറജതു അന വ അബൂബക്കറിൻ വ ഉമർ എന്നിങ്ങനെ പലപ്പോഴും റസൂലുള്ള നിങ്ങളെ 3 പേരെയും ഒരുമിച്ച് പറയുന്നത് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും അബൂബക്കറും ഉമറും പോയി, ഞാനും അബൂബക്കറും ഉമറും വന്നു, ഞാനും അബൂബക്കറും ഉമറും കണ്ടു, ഞാനും അബൂബക്കറും ഉമറും ഇങ്ങനെയായിരുന്നു എന്നിങ്ങനെ റളിയല്ലാഹു അൻഹും അജ്മഈൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിങ്ങൾ 2 പേരും നിങ്ങൾ 3 പേരും അതൊന്നായിരുന്നല്ലോ ജീവിതത്തിൽ. നിങ്ങൾ ഒരു പ്രത്യേക ഒരു കൂട്ടുകെട്ടായിരുന്നല്ലോ. അത് നിങ്ങൾക്ക് ആ ജീവിതത്തിൽ ആ കൂട്ടുകെട്ട് ആ നിലക്കുണ്ടായതുകൊണ്ട് നാളെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങൾ ഒരുമിച്ചായിരിക്കും. നിങ്ങൾ വേർപിരിയില്ല. നിങ്ങൾ ഒരുമിച്ചായിരിക്കും, നിങ്ങൾ വേർപിരിയുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കണം, ഇതാരായിരുന്നു? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ പറയാം. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അലി ഇബ്നു അബി താലിബാണ്. സുബ്ഹാനല്ലാഹ്. എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബി താലിബ് തങ്ങൾ ഒന്നാമത്തെ സമസ്തക്കാരനായിരുന്നു എന്നർത്ഥം. 1 നമ്പർ സമസ്തക്കാരനായിരുന്നു എന്നർത്ഥം. ഈ ആശയമാണല്ലോ നമുക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ അടിസ്ഥാന ആശയമാണ്. ഈ ആശയത്തെ നിലനിർത്താനാണ് സമസ്തയും കീഴ്ഘടകങ്ങളും പ്രവർത്തിക്കുന്നത്. ആ അടിസ്ഥാനം നിലനിർത്തിയും കൊണ്ട് ആ അടിസ്ഥാനത്തിന്റെ മേൽ ബാക്കി ആവശ്യമുള്ള ഇതെല്ലാം ചെയ്യും. അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അടിസ്ഥാനം പറയാൻ നമ്മളല്ലാതെ ആരുമില്ല. അതാണ് വസ്തുത. ഒരുപാട് സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദീനിന് നേട്ടം ചെയ്യുന്നു എന്ന് പലരും പറയുന്നുണ്ട്, പലർക്കും തോന്നാറുണ്ട്. പക്ഷേ ഈ അസ്ലിനെ ആരാണ് സമൂഹത്തിന് പഠിപ്പിക്കുന്നത്? ഈ അടിസ്ഥാനത്തെ വേണ്ട വിധത്തിൽ പഠിപ്പിക്കുന്നത് ആരാ? അതാണ് നമ്മൾ ചെയ്യുന്ന ദൗത്യം. കണ്ടോ നിങ്ങൾ? ഇതാണ് കാരണം. അപ്പൊ അവരുമായുള്ള ബന്ധം, അവരുമായുള്ള ആ സുഹബത്ത്, അവരോടുള്ള ആ കൂട്ടുകെട്ട് അത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടും. അപ്പോ കിട്ടി. ആ കൂട്ടുകെട്ട് അങ്ങനെയായിരുന്നു. അവര് 3 ആളും അങ്ങനെയായിരുന്നു. അപ്പോ ആർക്ക് കിട്ടി? കിട്ടിയില്ലേ? 3 ആളും ഒരുത്തുമ്പോ ഖബറിലും ഒരുത്തില്. വല്ലാത്തൊരു അത്ഭുതം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങള്, ബഹുമാനപ്പെട്ടവര് ഹഖ് തആലയുടെ മഹ്ബൂബീങ്ങളായ ഔലിയാക്കൾ എന്ന് പറഞ്ഞിട്ട് ആ പ്രസംഗം തുടങ്ങിയെന്നെ. അവർക്ക് വേണ്ടി ജീവിച്ചു, ആ സമസ്തക്ക് വേണ്ടി ജീവിച്ചു. സമസ്തയുടെ സ്ഥാപകർ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങളാണ്. അവർക്ക് വേണ്ടി ജീവിച്ചു, അവർക്ക് വേണ്ടി അധ്വാനിച്ചു, ജീവിതം മുഴുവനും അതിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചു. അവരെ കൂടെ കിട്ടി. കണ്ടോ? അതാണ് കിട്ടല്. അത്രയും വലിയ മഹാനും അങ്ങനെ കൊതിച്ചത് സ്വന്തമായി ഒന്നുണ്ടാക്കാനല്ല. കണ്ടോ? സ്വന്തമായി ഒന്നുണ്ടാക്കിയത് നിർത്തപ്പെട്ടി വെക്കാനല്ല ഉദ്ദേശിച്ചത്. അപ്പോ ഇതാണ് നമ്മുടെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെ. ഇങ്ങനെ അവരുമായുള്ള ബന്ധം, അവരുമായുള്ള സുഹബത്ത്, അവരെ സിയാറത്ത്, അവരെപ്പറ്റി പറയുക, അവരായി ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ളൊരു ജീവിതം, അതിന്റെ കൂടെ ബാക്കിയൊക്കെ നമുക്ക് വേണം. ഭൗതിക വിദ്യാഭ്യാസം വേണം, അതിലേറ്റവും ഉയർന്നത് വേണം. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും തന്നെ. പക്ഷെ അസില് ശരിയാവാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോ അതിനു വേണ്ടിയാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമുക്കും അവരുടെ ഒക്കെ ആ ഒരു ബർക്കത്തും മദതും
മഅയ്യത്തും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പൊ ഇതിന്റെ പേരിലാണ് ഇന്ന് നാം ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ അടിസ്ഥാന വിഷയം ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ ഖലീഫത്തുല്ലാഹി ഫീന മുഹിയ്യദ്ദീനി, ഭൂമിയിൽ ഞങ്ങളിൽ ഉള്ള അള്ളാഹുവിന്റെ ഖലീഫ മുഹിയ്യദ്ദീൻ ശൈഖ് തങ്ങൾ അവர்கள். എന്താണ് ഖലീഫ, എന്താണ് ഈ ഖിലാഫത്ത്? ഇതിനെ സംബന്ധിച്ചാണ് നമുക്ക് വിശദമായി പറയാനുള്ളത്. വളരെ വിശദമായ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ചില കാര്യങ്ങളൊക്കെ മുമ്പ് പലപ്പോഴായി ക്ലാസ്സുകളിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ അതുകൂടി അത് ഇവിടെ സൂചിപ്പിക്കൽ ആവശ്യമായതുകൊണ്ട് ചിലത് ഇവിടെ സൂചിപ്പിക്കേണ്ടി വരും. പ്രധാനമായി എന്താണ് ഖലീഫ, എന്തിനാണ് ഖലീഫ, അത് നമ്മൾ പലവട്ടം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടവരായിരിക്കും പലരും. എന്നാലും ഞാനൊരു സൂചന നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കുന്നു എന്നാണ്. ഖലീഫയെ നിശ്ചയിക്കുന്നു എന്നാണ്. ഖലീഫ ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രതിനിധി എന്നാണ് അർത്ഥം. ഖലീഫ എന്ന് പറഞ്ഞാൽ പ്രതിനിധി എന്നാണ് അർത്ഥം. അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കുന്നു എന്ന് ആണ് അള്ളാഹു പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ മുമ്പ് നടക്കുന്ന ആ ചർച്ചയാണല്ലോ. അതിൽ ബഹുമാനപ്പെട്ട മലായികത്തിനോട് അള്ളാഹു പറയുന്നതെന്ന ഞാൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ വേറെ ആയത്തുകളുണ്ട്. എന്നാൽ ഖലീഫ എന്ന് പ്രയോഗിച്ചിടത്ത് ഖാലിഖുൻ എന്നല്ല പ്രയോഗിച്ചത്. ഇന്നി ഖാലിഖുൻ ബശറൻ എന്ന് പറഞ്ഞത് വേറെയുണ്ട്, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന്. എന്നാൽ ഖലീഫ എന്ന് പ്രയോഗിച്ചിടത്ത് ഇന്നി ജാഇലുൻ എന്നാണ്. ജഅല് വേറെയാണ്, ഖൽഖ് വേറെയാണ്. ജഅല് എന്ന് പറഞ്ഞാൽ നിയോഗമാണ്. ഞാൻ നിയോഗിക്കുന്നു, നിശ്ചയിക്കുന്നു. ഒരാളെ എന്ത് ചെയ്യുന്നു? ഒരു ജോലിക്ക് ഒരു പോസ്റ്റിൽ അവരെ നിയോഗിക്കുകയാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഐ മുസയ്യിറുൻ, ഭൂമിയിൽ ഒരു ഖലീഫയെ, പ്രതിനിധിയെ നിയോഗിക്കാൻ പോകുന്നു എന്നാണ്. അതൊരു നിയോഗമാണ്, നിയമനമാകുന്നു എന്നർത്ഥം. ഖലീഫ എന്ന് പറഞ്ഞാൽ പ്രതിനിധി എന്നാണ് അർത്ഥം. ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? അള്ളാഹുവിനെ അവന്റെ തസറുഫാത്തുകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗത്തെ ഇവിടെ ആക്കാൻ പോകുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞത്. മനസ്സിലായോ? ഭൂമിയിൽ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം, അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം, അള്ളാഹുവിന്റെ ഇറാദത്ത്, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭൂമിയിൽ അവന്റെ കാര്യങ്ങൾ എന്തോ അത് നടപ്പിൽ വരുത്തുന്ന ഒരു വിഭാഗത്തെ ഇവിടെ നിയോഗിക്കാൻ പോകുന്നുണ്ട് എന്ന്. അതിന്റെ അർത്ഥം ഭൂമിയിലുള്ള എല്ലാവരും അള്ളാഹുവിന്റെ ഖലീഫയാണ് എന്നല്ല. പൂർണ്ണ അർത്ഥത്തിൽ ഖലീഫ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ പൂർണ്ണ കമാല് എത്തിച്ചവർക്കാ പറയാം. അവർ അമ്പിയാക്കളാണ്. അമ്പിയാക്കളോട് തുടർന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളുമാണ് എന്ന് ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് പറയാം. ഇപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കുന്നു. എന്തിനാണ് ഭൂമിയിൽ ഒരു ഖലീഫ വേണ്ടി വരുന്നത്? ഭൂമിയിൽ എന്തിനാ ഒരു ഖലീഫ? ഭൂമിയിൽ ഒരു ഖലീഫയുടെ ആവശ്യമുണ്ട്. എന്താ കാരണം? വൽ ഖലീഫത്തു മൻ യഖ്ലുഫു ഗൈറഹു വയനൂബു മനാബഹു. കണ്ടോ, നിങ്ങൾ എത്ര ഗൗരവമുള്ള ആയത്താണ്. ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട തഫ്സീറുകളൊക്കെ പരിശോധിച്ചാൽ കാണാം. അതിലൊക്കെ പറയുന്നത് എന്താ? ഒരാളുടെ ഖലീഫ എന്ന് പറഞ്ഞാൽ അയാളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആള്. ചിലരെ ചില വിഷയത്തിൽ പ്രതിനിധികളാക്കും. ഒരാളെ ഖുതുബക്ക് പ്രതിനിധിയാക്കിയ ആ വിഷയത്തിലെ ആള് എന്തായി? പ്രതിനിധിയായി, പകരക്കാരനായി. വേറൊന്നിലും ആവൂല. എന്നാൽ വേറൊരാളെ എല്ലാ അർത്ഥത്തിലും ആക്കിയ ആ വിഷയത്തിലൊക്കെ ആവും. ഇവിടെ നിരുപാധികം ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ,
ഭൂമിയിൽക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രതിനിധി, ആ പ്രതിനിധിയെയാണ് അല്ലാഹു തആല നിശ്ചയിക്കുന്നത്. വൽ ഖലീഫത്തു, ഖലീഫ എന്ന് പറഞ്ഞാൽ മൻ യഖ്ലുഫു ഗൈറഹു വയനൂബു മനാബഹു, ഒരാൾക്ക് പകരം നിൽക്കുന്ന ആളാ ആ വിഷയത്തിൽ. വൽ മുറാദു ബിഹി ആദമു അലൈഹിസ്സലാം, ഇവിടെ ആദം നബിയാണ് നേരുള്ളത്. ലിഅന്നഹു കാന ഖലീഫത്തുല്ലാഹി ഫീ അർളി വകദാലിക കുല്ലു നബിയ്യിൻ ഇസ്തഖലഫഹുമുല്ലാഹു ഫീ ഇമാറത്തിൽ അർള് വസിയാസത്തിൻ നാസ് വതക്മീലി നുഫൂസിഹിം വതൻഫീദി അംരിഹി ഫീഹിം. ബൈളാവി ഇതിന്റെ ഇബാറത്താണത്. അതുപോലത്തത് വനഹവുഹു ഫിൽ ഖുർത്തുബി വഅബു സുഈദ് ബഹർ മുഹൈത്ത് നസഫി തസീൽ അൽവായിലൊക്കെ ഉണ്ട്. മനസ്സിലായോ? ഇങ്ങനെ അള്ളാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കാൻ അള്ളാഹു നിശ്ചയിക്കുന്ന ആളുകളാണ്. നിശ്ചയിച്ചിട്ടുള്ള ആളുകളെ ആർക്കാണ് ഖലീഫ എന്ന് പറയുക. മനസ്സിലായില്ലേ? പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഖലീഫ ആവശ്യമായത്? ബഹുമാനപ്പെട്ട തഫ്സീർ നളുമുദ്ദുററില് വേറൊരു കാര്യം ഇൻഷാ അല്ലാഹ് അടുത്തും കൂടി പറഞ്ഞിട്ട് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഖലീഫ ആവശ്യമായത്? ഖലീഫയിലേക്കൊരു ആവശ്യമുണ്ട് അള്ളാഹ്ക്ക്. ഇവിടെ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ എന്താ അള്ളാഹ്ക്ക് കഴിയാത്തത് കൊണ്ടാണോ? അങ്ങനെ ആവൂലല്ലോ, അങ്ങനെ ആവാൻ സാധ്യല്ലല്ലോ, അങ്ങനെ ആവാൻ സാധ്യല്ല. പിന്നെന്താണ് അതിന്റെ കാര്യം? അതാ തഫ്സീർ അബു സുഊദിന്റെ ഇബാറത്ത് അതാ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. വൽ ഹാജത്തു ഇലൽ ഖലീഫ, അത് ഒരു ഹെഡിംഗ് ആണ്. വൽ മുറാദു ബിൽ ഖിലാഫത്തി, ഖിലാഫത്ത് കൊണ്ട് മുറാദ് ഇമ്മൽ ഖിലാഫത്ത് മിൻ ജിഹത്തിഹി സുബ്ഹാനഹു വ തആല എന്നൊക്കെ മൂപ്പരായ ഇബാറത്ത് മുഴുവൻ എടുത്ത് എഴുതിയതാണ് ഞാനെന്ന് മാത്രം. എന്തുകൊണ്ടാണത്? അതെന്തുകൊണ്ടാണ്? മിൻ ജിഹത്തിഹി സുബ്ഹാനഹു ഫി ഇജ്റാഇ അഹ്കാമിഹി വ തൻഫീദി അവാമിരിഹി ബൈനൻ നാസ് വസിയാസത്തിൽ ഖൽഖി ലാകിൻ ലാ ലിഹാജത്തിൻ ബിഹി തആല. കണ്ടോ? എന്തല്ല, അള്ളാഹ്ക്ക് ഒരു ആവശ്യം ഉണ്ടായത് കൊണ്ടല്ല, അള്ളാഹുവിന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടല്ല, അള്ളാഹുവിന് അങ്ങനെ ഒരു കുറവുണ്ടായത് കൊണ്ടൊന്നുമല്ല. അള്ളാഹ്ക്ക് ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ ഒരാൾ ആവശ്യമുണ്ടായി, അള്ളാഹ്ക്ക് അങ്ങനെ ഇഹ്തിയാജില്ല, ഒന്നിലേക്കും ഇഹ്തിയാജില്ലാത്തവനാണ് അള്ളാഹു തആല. പിന്നെന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വന്നത്? ലാകിൻ, ഇത് ലാ ലിഹാജത്തിഹി തആല, അള്ളാഹു തആലാന്റെ ഹാജത്ത് കൊണ്ടല്ല ഇത് വേണ്ടി വന്നത്. പിന്നെന്തുകൊണ്ടാണ് വേണ്ടി വന്നത്? ബല്ലി ഖുസൂരിൽ മുസ്തഖ്ലഫി ഫീഹിം, ബല്ലി ഖുസൂരിൽ മുസ്തഖ്ലഫി അലൈഹിം, ഈ ഭൂമിയും ഭൂമിയിലുള്ളവരും അങ്ങനെ ആവശ്യമായതുകൊണ്ടാണ്. അവർക്ക് അദമി ലിയാഖത്തിഹിം ലിഖബൂലിൽ ഫൈളി ബിദ്ദാത്ത് ഫതഖ്തസ്സു ബിൽ ഖവാസ് മിൻ ബനീഹി. നോക്കണം നിങ്ങൾ, നോക്ക്. അതായത് ഭൂമിയിലുള്ളവർ, ഭൂമിയിലുള്ള ആളുകൾ, ഭൂമിയും ഭൂമിയിലുള്ള വസ്തുക്കളും നേരിട്ട് അള്ളാഹുവിൽ നിന്ന് അവാമിറുകളെ സ്വീകരിക്കുവാനും അവന്റെ ഫൈലിനെ സ്വീകരിക്കുവാനും യോഗ്യരല്ല, അതിനവർക്ക് സാധ്യമല്ല. ആ സാധ്യമല്ലാത്തത് കൊണ്ടാണ് എന്ത് വേണ്ടി വരുന്നത്? മറ്റൊരു ഖലീഫ ആവശ്യമാകുന്നത്. മനസ്സിലായോ? അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. മുമ്പ് നുബുവത്തുമായൊക്കെ ബന്ധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ കുറെയൊക്കെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി വല്ലാതെ നമ്മൾ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്കൊന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ. മനസ്സിലായോ? അപ്പൊ ഭൂമിയിൽ അള്ളാഹുവിന്റെ, ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ കരണ്ട്, ഈ കരണ്ട് എന്ന് പറഞ്ഞ ഒരു വസ്തു, അത് എന്തായാലും ശരി, അതിനെ ഒരു ബൾബിലേക്ക് എത്തിക്കാൻ ഏതെല്ലാം മാർഗങ്ങൾ, എന്തെല്ലാം ഇടകൾ അതിന്റെ ഇടക്ക് വേണം. നേരിട്ട് അങ്ങനെ കൊടുക്കാൻ കഴിയില്ലല്ലോ. നേരിട്ട് കൊടുത്താൽ അതെന്തായിപ്പോഴും കത്തിക്കരിഞ്ഞു പോകും. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ട്രാൻസ്ഫോമർ വേണം, അങ്ങനെ പലതും വേണം. അങ്ങനെ ആയി ഇതിന് പാകപ്പെടുന്ന വിധത്തിലാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ആ എത്തിക്കുന്നത് അനുസരിച്ച് അതും ഇതിന്റെ ഇസ്തിഅദാദനുസരിച്ച് ഈ ബൾബ് അല്ലെങ്കിൽ ഇതിലുള്ള ഈ സാധനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന മെഷീൻ, അതെന്ത് മെഷീനായാലും അത് ചിലത് അതിന്റെ വോൾട്ടില് വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലതിൻ്റെത് 21 ആണെങ്കിൽ മറ്റേതിന്റെ 46 ആയിരിക്കും. അങ്ങനെ പല രൂപത്തിലുണ്ടായിരിക്കും. അതിനനുസരിച്ച് കൊടുക്കണം. അതിൽ ഓവറായി പോയാൽ കത്തിപ്പോവും. ഇതൊക്കെ നമുക്ക് അതാണല്ലോ. അതുകൊണ്ടാണല്ലോ അള്ളാഹു തആല അള്ളാഹു നൂറു സമാവാത്തി എന്നിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്.
ആ നൂറാണ്. ആ നൂറിനെ അതിന്റേതായ സിസ്റ്റത്തിലൂടെ തന്നെയാണ് ലോകത്തേക്ക് അതിന്റെ ആധാറുകളെ അല്ലാഹു തആല എത്തിക്കുന്നത് എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അതാണ്. ഇതാണ് ഇതിന്റെ യഥാർത്ഥം. ഇങ്ങനെ ഈ ഒരു ഖുസൂർ, ഇവർക്ക് ഇതിനുള്ള യോഗ്യത, അതിനുള്ള കഴിവ്, അതിനുള്ള ഇസ്തിഅദാദ്, തയ്യാറെടുപ്പ് ഇതിനില്ലാത്തത് കൊണ്ടാണ്, ഭൗതിക ലോകത്തിനില്ലാത്തത് കൊണ്ട് അതിന്റെ ഇടയിൽ എന്ത് വേണ്ടി വരികയാണ്? ഒരു പ്രതിനിധിയുടെ ആവശ്യം വേണ്ടി വരികയാണ്. ആ പ്രതിനിധി മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത് എന്ന് മനസ്സിലായോ? അങ്ങനെയാണ് അല്ലാഹു തആല നടപ്പിൽ വരുത്തുന്നത്. ഇതാണ് തഫ്സീർ അബൂ സുഉദ പറഞ്ഞത്. അപ്പൊ ഭൂമിയിൽ എന്ത് വേണം? ഭൂമിയുടെ പുരോഗതിക്ക്, ഭൂമിയുടെ വളർച്ചക്ക്, ഭൂമിയിലുള്ള ആളുകളുടെ വളർച്ചക്ക്, മനുഷ്യന്മാരുടെ പുരോഗതിക്കൊക്കെ എന്ത് വേണം? ഭൂമിയിൽ ഒരു ഖലീഫ വേണം. അതുകൊണ്ട് ഭൂമിയുടെ ഇമാറത്തിന് വേണ്ടി, സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഖലീഫയെ ഭൂമിയിലേക്ക് നിശ്ചയിക്കാൻ പോകുന്നുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മലക്കുകളോടാ പറഞ്ഞത്. അത് വളരെ വിശദമായി മുന്നേ പറഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ഖിലാഫത്ത് അത് എല്ലാവരും ഒരുപോലെ ഖലീഫയാവുകയില്ല. ആ ഖിലാഫത്തിൽ ഏറ്റ വ്യത്യാസം ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട നളമുദ്ദുറർ എന്ന് പറഞ്ഞ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, ഖാല അബുൽ ഹസൻ അലി ഇബ്നുൽ ഹസൻ തജീബി അൽ മാലിക്കി, ബഹുമാനപ്പെട്ടവർ പറയാണ്, എന്താ പറയണത്? ഖലീഫ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിവരിച്ചുകൊണ്ട്, അൽ ഖലീഫത്തു ദാത്തുൻ ഖായിമുൻ ബിമാ യഖൂമു ബിഹിൽ മുസ്തഖ്ലിഫു, ആരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണോ ഈ പ്രതിനിധി വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളാണ് ഈ പ്രതിനിധി എന്ന് പറയുന്നത്. ആ പ്രതിനിധി താൻ ആരെ പ്രതിനിധീകരിക്കുന്നോ, എന്തൊക്കെ വിഷയത്തിൽ പ്രതിനിധീകരിക്കുന്നോ അതിനനുസരിച്ചാണ് അവരുടെ കഴിവുകളും അവരുടെ പ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറയാം, ഫഹുവ ബിമാ യഖൂമുൽ മുസ്തഖ്ലിഫ് അലാ ഹസ്ബി റുത്ബത്തി ദാലിക്കൽ ഖലീഫത്തി മിൻഹു, ഈ ഖലീഫയുടെ റുത്ബയനുസരിച്ച്, ഈ പ്രതിനിധിക്കുള്ള സ്ഥാനമനുസരിച്ച്, പൂർണ്ണ അർത്ഥത്തിലാക്കുമ്പോൾ അതുണ്ടായിരിക്കും. കുറച്ച് ഭാഗികമായാണ് പ്രതിനിധിയാക്കിയിട്ടുള്ളതെങ്കിൽ അതുണ്ടായിരിക്കും. ഒരാളെ ഖുത്ബക്ക് മാത്രം ഏൽപ്പിച്ചാൽ അപ്പൊ ഖുത്ബയിൽ പ്രതിനിധിയായി, ഖുത്ബയിലും നിസ്കാരത്തിലും ആക്കിയാലോ അതിൽ രണ്ടിലും ആയി. അതല്ല എല്ലാറ്റിനും ആക്കിയാലോ, ഇനി ഇമാമത്തും ഒക്കെ ഈ തന്നെ, ഞാൻ പോവാണെന്ന് പറഞ്ഞാലോ എല്ലാറ്റിലും ആയി. അങ്ങനെയാണല്ലോ. നിക്കാഹിനും തലാഖിനും ഒക്കെ ഏൽപ്പിച്ചാലോ അങ്ങനെയായി. ഇങ്ങനെ എന്തിലാണ്, ഏതെല്ലാം വിഷയത്തിലാണോ ഖിലാഫത്ത് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. ഈ കൊടുക്കുന്ന ആൾക്ക് അതിന് അധികാരം ഉണ്ടാവണം. പിന്നെ ഈ കൊടുക്കപ്പെടുന്ന വ്യക്തിക്ക് എത്ര പരിധിയിലാണോ കൊടുത്തത് അതനുസരിച്ചായിരിക്കും. അത് കൊടുക്കൽ അതവരുടെ യോഗ്യതക്കനുസരിച്ച് അള്ളാഹു കൊടുക്കുക. അപ്പോ ഫഹും അയ്ളൻ ബഅ്ളുഹും ഖുലഫാഉ ബഅദ്, അത് മറ്റൊരു അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കാം. ഫഹും ഫീ കൗനിഹി മുൽക്കിഹി വ മലകൂതിഹി, കണ്ടോ? ഈ പ്രതിനിധി അള്ളാഹുവിന്റെ ലോകത്ത് അവർ പ്രതിനിധികളാണ്. അള്ളാഹുവിന്റെ ലോകത്ത് അവർ പ്രതിനിധികളാണ്. ഏതൊക്കെ ലോകം? മുൽക്കിഹി വ മലകൂതിഹി, ഭൗതിക ലോകത്തും അഭൗതിക ലോകത്തും. ഈ ഭൗതിക ലോകത്തെ ഇമാറത്ത് ചെയ്യാനാണ് വേണ്ടത്, പക്ഷെ അതിന് അഭൗതിക ലോകമായിട്ട് ബന്ധം വേണമല്ലോ. അതുകൊണ്ട് ഇവിടെയും അവിടെയും അവർ പ്രതിനിധികളാകും. അതിൽ രണ്ടിലും ആകുന്നവരുമുണ്ട്, ഒന്നിൽ മാത്രമാകുന്നവരുമുണ്ട്, രണ്ടിലും ഭാഗികമായി ആകുന്നവരുണ്ട്, പല രൂപത്തിലുണ്ട്. ഇതാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഖുർആന്റെ വിശദീകരണങ്ങളാണ്. ഖുർആൻ ആയത്തിന്റെ വിശദീകരണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. മഹാന്മാരായ അയിമ്മത്ത് വിശദീകരിച്ച നമ്മളെ ഭാഗമൊന്നും ഒന്നും പറയല്ല സഹോദരങ്ങളെ, മനസ്സിലാക്കണം നിങ്ങൾ. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീഫയെ നിശ്ചയിക്കും. അങ്ങനെ ഖലീഫ ലോകത്തുണ്ടാകും. ആ ഖലീഫയെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഖലീഫയെ നിശ്ചയിക്കാൻ പോവുക. അപ്പം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ഇവിടെ ഖലീഫയെ, ഭൂമിയുടെ ഇമാറത്തിന് വേണ്ടിയുള്ള ഖലീഫയെ നിശ്ചയിക്കലാകുന്നു എന്നാണ് അത് സൂചിപ്പിച്ചത്. അപ്പോൾ മനുഷ്യൻ ഉള്ള കാലത്തെല്ലാം ഈ ഖലീഫയും ഉണ്ടാകും. മനുഷ്യൻ ഉള്ള കാലത്തെല്ലാം ഈ ഖലീഫ ഉണ്ടായേ മതിയാകൂ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായോ? അപ്പോ ഇനി നിങ്ങൾ നോക്ക്, ഈ ഖിലാഫത്ത് ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പ്രത്യക്ഷത്തിൽ തുടങ്ങി. പിന്നീട് എന്തുണ്ടായി?
അതും മറ്റുള്ള അമ്പിയാക്കളിലൂടെ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ ഖലീഫ അവസാനം വന്നു, അമ്പിയാക്കളിൽ അവസാനമായി വന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്നുള്ള യഥാർത്ഥ മഹാന്മാരായ ആളുകളിലൂടെ അത് നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ നിലനിർത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്താ വാഗ്ദാനം നൽകിയിട്ടുള്ളത്? വഅദല്ലാഹു അല്ലദീന ആമനു, സൂറത്തുൻ നൂറിന്റെ 55-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്ക്. അതിലെന്താ അല്ലാഹു തആല പറയുന്നത്? വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി. നിങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികൾക്ക്, നിങ്ങളിൽ നിന്ന് യഥാർത്ഥ വിശ്വാസം ഉള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅദ ചെയ്യുന്നു. എന്താ വഅദ ചെയ്യുന്നത്? അവരെ അല്ലാഹു തആല ഖലീഫമാരാക്കും എന്ന്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ അല്ലാഹു അവരെ ഖലീഫമാരാക്കും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുൻഗാമികളെ ഖലീഫമാരാക്കിയതുപോലെ അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീഫമാരാക്കും എന്ന് അല്ലാഹു വാക്ക് തരികയാണ്. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബ്ദൂനനി വലാ യുശ്രികൂന ബി ശൈആ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ബഹുമാനപ്പെട്ട ഈ സൂറത്ത് നൂറിന്റെ 55-ാമത്തെ ആയത്ത് എന്തിനാണത്? അതിലൂടെ അവര് അള്ളാഹുവിന്റെ മുറാദുകൾ ഈ ലോകത്ത് നടപ്പിലാക്കുകയാണ്, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാണ്. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അത് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യുസയ്യറു ഖുലഫാഅ ഫീ അർളിഹി എന്ന്. അയ്യുസയ്യറു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആക്കും, എന്താക്കും? ഖുലഫാഅ, ഖലീഫമാരാക്കും. ലയസ്തഖ്ലിഫന്നഹും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അയ്യുസയ്യറു ഖുലഫാ അല്ലാഹി, ഭൂമിയിൽ ഒരു അധികാരം കൊടുക്കും, ഖലീഫയാക്കും, അമീറുൽ മുഅ്മിനാക്കും എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അയ്യുസയ്യറു, അല്ലാഹു അവരെ ആക്കും, എന്താക്കും? ഖുലഫാ അല്ലാഹി. കണ്ടാ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഖുലഫാ അല്ലാഹി ഫീ അർളിഹി, ഭൂമിയിലെ അല്ലാഹുവിന്റെ ഖലീഫമാര് ആക്കും അവരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് കൊടുക്കുകയാണ്. ആർക്ക്? അതാണ് അൽ ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ. അവരൊക്കെ അല്ലാഹുവിന്റെ ഖുലഫാ ആണ്, അമ്പിയാക്കൾ. ആ അമ്പിയാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന പ്രതിനിധികളായും കൊണ്ട് ഈ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകും. അങ്ങനെ കൊടുത്താൽ അവർ ഭൂമിയിൽ അല്ലാഹുവിന്റെ മുറാദുകൾ, ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായത് ചെയ്തുകൊണ്ടിരിക്കും. അവരത് വെച്ചിട്ട് പിന്നെ ബിസിനസ് സാമ്രാജ്യം കെട്ടാനല്ല നോക്കുക, അവരത് വെച്ചിട്ട് എന്ത് ചെയ്യും? അതിലൂടെ അള്ളാഹുവിന്റെ മുറാദ് ഈ ലോകത്ത് നടപ്പിലാക്കുകയാണ് അവർ ചെയ്യുക. അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുക, അള്ളാഹുവിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് അവർ ചെയ്യുക, അതാണ് അവർ ചെയ്തതും. അതാണ് ഖലീഫത്തുല്ലാഹി ഫീനാ മുഹിയ്യദ്ദീനി എന്ന് പറയുന്ന നമ്മുടെ ശൈഖ് തങ്ങളും ഇവിടെ ചെയ്തത്. അങ്ങനെയാണ് അവർക്കത് കിട്ടിയത്. മുഹിയ്യദ്ദീൻ എന്ന പേര് കിട്ടിയതും അങ്ങനെ തന്നെയാണ്. ലോക ചരിത്രം മുഴുവനും അതിന് സാക്ഷിയാണ്. ലോകത്ത് ആർക്കും അതിനെതിര് പറയാൻ സാധ്യമല്ല. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങള് പരിശുദ്ധ ദീനിന്റെ നവോദ്ധാവായിരുന്നു. ഏറ്റവും ദീന് ഒരു മുജദ്ദിദിന് ആവശ്യമായി അതിനുവേണ്ടി തേങ്ങിയിരുന്ന കാലഘട്ടത്തിൽ ഈ ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ഒരുപാട് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ ബഹുമാനപ്പെട്ടവരുടെ കരങ്ങളാൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും മുസ്ലിമീങ്ങള് തീരെ ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്ത കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക്, പരിശുദ്ധ ഇസ്ലാമിലേക്ക് മുസ്ലിമീങ്ങളെ കൂടുതൽ ശക്തരായി പരിശുദ്ധ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അവരുടെ എല്ലാ ആചാരങ്ങളിൽ നിന്നും അനാവശ്യങ്ങളിൽ നിന്നും വേണ്ടാവൃത്തികളിൽ നിന്നും അവരെ ശുദ്ധീകരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്ന് മാത്രമല്ല, ലോകത്ത് ജംഗിസ് ഖാന്റെ പട്ടാളം മുസ്ലിം സാമ്രാജ്യത്തെ, മുസ്ലിം ലോകത്തെ കീഴ്പ്പെടുത്തിയ ഒരു കാലഘട്ടം. മുസ്ലിം ലോകത്തെ കീഴ്പ്പെടുത്തി ഇനി മുസ്ലാമിനൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് ലോകം ചിന്തിച്ച കാലഘട്ടം. ആ കാലഘട്ടത്തിൽ, അതായത് ഈജിപ്തിന്റെ വക്ക് വരെ എത്തി,
ബഗ്ദാദും സിറിയയും മുഴുവനും ജംഗിസ് ഖാന്റെ പട്ടാളത്തിന്റെ കീഴിലായി മാറി. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ മുരീദന്മാരുടെ കരങ്ങളാൽ എന്ത് സംഭവിച്ചു? അത്ഭുതം സംഭവിച്ചു. ഈ ജംഗിസ് ഖാന്റെ പരിശുദ്ധ ഇസ്ലാമിനെ ചവിട്ടിമെതിച്ച ജംഗിസ് ഖാന്റെ പട്ടാളം, മുഗളന്മാര് പിന്നെന്തുണ്ടായി? അവരിങ്ങോട്ട് മുസ്ലിമാകുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ലോകം കണ്ടത്. ലോക ചരിത്രത്തിൽ അതിന് തുല്യമായ ഒന്നില്ല. പരാജയപ്പെട്ടവന്റെ, കീഴ്പ്പെടുത്തപ്പെട്ടവന്റെ ആശയത്തെ വിജയി സ്വീകരിച്ച ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിലല്ലാതില്ല. എപ്പോഴും വിജയിച്ചവന്റെ ആശയത്തെ ഉൾക്കൊള്ളാൻ പരാജയപ്പെട്ടവനാണ് തയ്യാറാവുക, നിർബന്ധിക്കപ്പെടുക. അതേസമയത്ത് പരാജയപ്പെട്ട അന്നത്തെ ചരിത്രകാരന്മാര് അന്നത്തെ അവസ്ഥ വിവരിക്കുന്നത് എങ്ങനെയെന്നറിയോ? ഒരു പട്ടാളക്കാരൻ, ജംഗിസ് ഖാന്റെ പട്ടാളക്കാരൻ, ശത്രുവിന്റെ പട്ടാളക്കാരന്റെ മുന്നിൽ ഒരു മുസ്ലിം ചെന്ന് പെട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെ പെട്ടാൽ, അല്ലെങ്കിൽ പട്ടാളക്കാരനാവേണ്ട, ഒരു സാധാരണക്കാരനായാൽ മതി, അവന്റെ മുന്നിൽ ഇസ്ലാമിന്റെ ഒരു മുസ്ലിം സാധാരണക്കാരൻ ചെന്ന് പെട്ടാൽ അവനാകെ പേടിച്ച് വിറക്കും. അപ്പൊ ഇയാള് ശത്രു അവനോട് അവിടെ കിടക്കുക, എന്നെ ഞാൻ കൊല്ലട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നു അങ്ങനെ കമിഴ്ന്ന് കെടുക്ക്, ഞാൻ എന്നെ വെട്ടട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ കമിഴ്ന്ന് കെടുക്കും. പിന്നെയാണ് അവനക്ക് എന്റെ കയ്യിൽ കത്തിയില്ലല്ലോ, വാളില്ലല്ലോ, ഞാൻ വാളെടുത്തിട്ട് വരാം, അതുവരെ അനങ്ങാതെ അവിടെ കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ വാളെടുക്കാൻ വേണ്ടി തന്റെ വീട്ടിലേക്ക് പോയാൽ പോയി വരുന്നതിന്റെ മുന്നേ തനിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് പോലും ഈ പാവം മുസ്ലിമിനുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെയാണ് ചരിത്രകാരന്മാർ അതിനെ വരച്ചു കാട്ടിയിട്ടുള്ളത്. അബുൽ ഹസൻ അലി നദ്വിയൊക്കെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് ഭയപ്പാടായിരുന്നു. ഒന്ന് തല കമിഴ്ന്ന് കിടക്കാൻ പറഞ്ഞിടത്തുനിന്ന് അയാൾ പോയോ, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം പോലും ഒരു മുസ്ലിമിന് വരില്ല. ആ വിധത്തിൽ ഇസ്ലാം കീഴ്പ്പെടുത്തപ്പെട്ട കാലഘട്ടം. ബഗ്ദാദിലും സിറിയയിലും ഒക്കെ ലക്ഷക്കണക്കിന് മുസ്ലിം മയ്യത്തുകളാണ് കുന്നുകൂടിക്കിടുന്നത്. എന്നിട്ട് അതിൽ മഴയും പെയ്തു, ചീഞ്ഞു നാറി, പരിസരത്തൊക്കെ വലിയ വലിയ കോളറ പോലെയുള്ള രോഗങ്ങൾ പിടിച്ചതൊക്കെ ചരിത്രത്തിലുണ്ട്. ആ നിലക്കുള്ള ഒരു വിഭാഗം അവര് പരാജിതന്റെ ആശയത്തെ, മതത്തെ പുൽകാൻ, ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ തയ്യാറാകുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ മുഅ്ജിസത്താണ്. അതെങ്ങനെ സാധിച്ചു എന്നത് ചരിത്രകാരന്മാർക്ക് ഇന്നും അജ്ഞാതമായി കിടക്കുക പലതും. എന്നാൽ റബ്ബാനിയത്തുല്ല റഹ്ബാനിയ എന്ന് പറയുന്ന അബുൽ ഹസൻ അലി നദ്വിയുടെ ഗ്രന്ഥത്തിലും അതുപോലെ അദ്ദേഹത്തിന്റെ തന്നെ റിജാലുൽ ഫിക്രി വദ്ദഅവ എന്നിട്ട് മറ്റൊരു പുസ്തകമുണ്ട്. അതിലൊക്കെ പല വിഷയങ്ങൾ, പല ചരിത്രങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളുടെ മുരീദന്മാരായിരുന്നു അത്ഭുതകരമായി ഇവരുടെ കൊട്ടാരങ്ങളിലേക്കൊക്കെ നുഴഞ്ഞു കയറി. അതിന് പല കാരണങ്ങളുണ്ടായി. അങ്ങനെ നുഴഞ്ഞു കയറി അവരൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് ഈ ഇസ്ലാമിനെ ഈ നിലക്ക് ചവിട്ടിമെതിച്ച ആളുകൾ മുസ്ലിങ്ങളായി മാറിയെന്ന് മാത്രമല്ല, അവർ ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരായി മാറുന്ന, ഇസ്ലാമിന്റെ പ്രചാരകരായി മാറുന്ന, പിന്നീട് അതിൽ വലിയ വലിയ ആലിമീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളും ഉണ്ടാകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. കണ്ടോ? ഇതാണ് പിന്നീട് ഉണ്ടായത്. അതാണ് ഖലീഫത്തുല്ലാഹി ഫീനാ മുഹയ്യിദ്ദീനി. മനസ്സിലായോ? അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ഭൂമിയിൽ ഖലീഫയെ നിയോഗിക്കലാണ്. ആ ഖലീഫയിലൂടെ അള്ളാഹുവിനെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കലാണ്. ആ ഖിലാഫത്ത് ഇവിടെ ആവശ്യമാണ്. അത് അള്ളാഹുവിന്റെ കുറവ് കൊണ്ടല്ല, ഈ മുസ്തഖ്ലഫ് ഫീഹിന്റെ മനുഷ്യന്മാരുടെ കുറവ് കൊണ്ടാണ്. ആ ഖിലാഫത്ത് അസാലത്തൻ അടിസ്ഥാനപരമായി അമ്പിയാക്കളാണ്. അമ്പിയാക്കളോട് തുടർന്നുകൊണ്ട് ലികുല്ലി വലിൻ ലഹു ഖദമുൻ ഫഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി എന്ന് പറഞ്ഞതുപോലെ ഓരോ വലികളും ഓരോ നബിവശി, ഞാൻ എന്റെ ബാബ നബി എന്ന് പറഞ്ഞിട്ട് മുഹ്യിദ്ദീൻ മാലയിലുണ്ടല്ലോ. അതായത് ഓരോ വലിയും ആ കമാലിലെത്തിയ വലികളൊക്കെ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ മഖാമിൽ നിന്നുകൊണ്ട് അവരെ ഉള്ള ഇത്തിസാലിലൂടെയാണ് അവർക്ക് ഖിലാഫത്ത് കിട്ടുന്നത്. എന്നാൽ ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖാമിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ഖിലാഫത്ത് കിട്ടിയത് എന്ന് ശൈഖ് തങ്ങൾ പറഞ്ഞത് അതാണ്. അപ്പൊ അടിസ്ഥാനപരമായി അവർക്കാണുള്ളത് അസാലത്തൻ വിറാസത്ത് കൊണ്ട്, അവരുടെ അനന്തരമായിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഉമ്മത്തിൽ അത് നിലനിൽക്കും. അതിനാവശ്യമുള്ള ആളുകളെ അള്ളാഹു കൊണ്ടുവരും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇവിടെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ ഖലീഫയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കാൻ കഴിയില്ല. ഖലീഫ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുറാദുകൾ ഇവിടെ നടപ്പിൽ വരുത്തുകയാണ് അവർ ചെയ്യുന്നത്. പ്രധാനമായി അവർ ലോകത്ത്
അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക, അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുക. ഇതാണ് അവരുടെ പ്രധാന പണി. എന്നാൽ അതിനു വേണ്ടി അവർ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫമാരാകുമ്പോൾ, ഇനി നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കി, ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫമാരാകുമ്പോൾ എന്ത് ചെയ്യണം? ഭൂമിയിൽ ഖലീഫമാരെ ഖിലാഫത്തിന് അർഹരാണോ എന്നുള്ളൊരു സംശയം മലക്കുകൾ ജനിപ്പിച്ചല്ലോ, മലക്കുകൾ ചോദിച്ചല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞല്ലോ, ഖാലു അത്ജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഇനെ പഠിപ്പിച്ചു കൊടുത്തു. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാ പഠിപ്പിച്ചു കൊടുത്തു, എല്ലാ ഇസ്മുകളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അതിന്റെ വിശദീകരണങ്ങൾ ചിലതൊക്കെ പണ്ട് നമ്മൾ തഫ്സീർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ പറയുകയും ചെയ്യാം. ഇപ്പോൾ വിഷയത്തോട് ബന്ധപ്പെട്ട ചില പോയിന്റുകൾ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താണ്? ഖലീഫക്ക് വേണ്ടത് ഇൽമാണ് വേണ്ടത്. ആ ഇൽമ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഉണ്ടാവുക, അതാണ് ഖലീഫക്ക് വേണ്ടത്. ആ ഖിലാഫത്തിന് ആവശ്യമായ ഇൽമ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലെങ്കിൽ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് പിന്നീട് ഉണ്ടാകുന്നത്. ഇത് പിന്നീടുള്ള ഖലീഫമാരുടെ ഒക്കെ അവസ്ഥ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാ ശൈഖ് തങ്ങൾ പറഞ്ഞത് എന്താ? ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. ഞാൻ ഇൽമ പഠിച്ചു, എനിക്ക് ഇൽമ കിട്ടി, ഇൽമ പഠിച്ചുണ്ടാക്കി, പിന്നെ തുറന്നിട്ട് കിട്ടി, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ഫത്ഹായും കൊണ്ട് കിട്ടി. അങ്ങനെ ഹത്താ സിർതു ഖുതുബ, അങ്ങനെയാണ് ഞാൻ ഖുതുബായിട്ടുള്ളത്. മനസ്സിലായോ? ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. ഇപ്പൊ ചില ഔലിയാക്കന്മാരുടെ മഹത്വം എന്താ? തനിച്ച പൊട്ടനാണ് എന്നുള്ളതാണ്. വലിയ ബോർഡ് വെച്ചിരിക്കുന്നവരുടെ വലിയ മഹത്വം പറയുന്നത് ഒരു വിവരമില്ല സാധുവിനാണ്. ആ വിവരമില്ല എന്നുള്ളത് അതിന്റെ ഒരു കമാലായിട്ട് അവർ. എന്നാൽ ശൈഖ് തങ്ങൾ പറഞ്ഞതോ ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. മനസ്സിലായോ? ആ നിലക്ക് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ. ഇനി നിങ്ങൾ ഖുർആൻ പരിശോധിച്ച് നോക്ക്. ഇങ്ങനെ ഈ ഖിലാഫത്ത് ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീഫയാക്കുന്നു. ആ ഖലീഫയാക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനാവശ്യമായ ഇൽമ അല്ലാഹു അവർക്ക് നൽകുന്നു, ആവശ്യമായ തസ്ഖീറാത്തുകളും അല്ലാഹു അവർക്ക് നൽകുന്നു. ലോകത്തിന്റെ പലതിനെയും അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുന്നു. കീഴ്പ്പെടുത്തി കൊടുക്കുക, പലതും ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതൊക്കെ കീഴ്പ്പെടുത്തി തന്നില്ലേ എന്നുള്ള ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ ചോദിക്കുക സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേ പ്രയോഗമാണല്ലോ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വാഹനത്തെ കീഴ്പ്പെടുത്തി തന്നില്ലയോ? വാഹനത്തെ അല്ലാഹു തആല നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. വാഹനപ്പുറത്ത് ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അതിനെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് അതിനുള്ള വഴി ചെയ്തു തന്നു. ആനപ്പുറത്ത് കയറിയാലും നമുക്കതിന് സാധിക്കുന്നു. ഇനി വലിയ വലിയ വാഹനങ്ങൾ അതിൽ കയറിയാലും നമുക്കതിന് സാധിക്കുന്നു. അതേ തസ്ഖീർ ലോകത്തുണ്ടാകുന്നതല്ല ആയത്ത് സൂചിപ്പിച്ചത്. അതിന്റെ അർത്ഥം എല്ലാവർക്കും അതുണ്ടാവുന്ന അല്ല. അതാത് ഉണ്ടാവേണ്ടവർക്കുണ്ടാകും, ഉണ്ടാവേണ്ട അർത്ഥത്തിലുണ്ടാകും, ഉണ്ടാവേണ്ട തോതനുസരിച്ചുണ്ടാകും. അങ്ങനെ ലോകം മുഴുവനും കീഴ്പ്പെടുത്തപ്പെട്ടവരുണ്ട്, ലോകത്തിന്റെ ചില ഭാഗങ്ങൾ കീഴ്പ്പെടുത്തപ്പെട്ടവരുണ്ട്, ഒക്കെ ഉണ്ടാകും. അത് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വിവരിച്ചു തന്നിട്ടും ഉണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്കത് വിവരിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിൽ പല ഖലീഫമാരുടെ കഥകളും ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. പല ഖലീഫമാരുടെ കഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടില്ലേ? അതിൽപ്പെട്ട ഒന്നാണല്ലോ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി. ഓ ദാവൂദ് നബിയെ, അങ്ങേ നാം ഭൂമിയിലെ ഖലീഫയാക്കിയിരിക്കുന്നു. കണ്ടോ? നാം ഭൂമിയിലെ ഖലീഫയാക്കിയിരിക്കുന്നു അങ്ങേ. കേട്ടോ? ഭൂമിയിലെ ഖലീഫയാക്കിയിരിക്കുന്നു. യാ ദാവൂദു വദ്കുർ അബ്ദനാ ദാവൂദ. യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ فيضلك عن سبيل الله إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭൂമിയിലെ ഖലീഫയാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയാം.
ആ ദാവൂദ് നബിയുടെ കഥ, അവർക്ക് അതിന്റെ പേരിൽ ഉണ്ടായ തസ്ഖീറാത്തുകൾ അതും ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. വദ്കുർ അബ്ദനാ ദാവൂദ് ദൽ ഐദി ഇന്നഹു അവ്വാബ് ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസബ്ബിഹ്ന ബിൽ അശി വൽ ഇശ്റാഖ് والطير محشورة كل له أواب وشددنا له ملكه وآتيناه الحكمة وفصل الخطاب. ആണോ ദാവൂദ് നബിയെ സംബന്ധിച്ച് പറയുക, പല യദുകളും ഉള്ളവരാണവർ, പല കൂവത്തുകളും ഉള്ളവരാണവർ. കണ്ടോ, ദൽ യദൈനി അല്ല, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ദൽ ഐദി, പല കൂവത്തുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ? ഇന്നഹു അവ്വാബ്, നല്ല കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നഹു, ആ ദാവൂദ് നബി, അവ്വാബ്, വളരെ വിനയാന്യതനും വളരെ അധികം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുമാണ്. അതുകൊണ്ട് ഇന്നാ സഖർനാ അൽ ജിബാല മഅഹു, പർവ്വതത്തെ കീഴ്പ്പെടുത്തി കൊടുത്ത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചാണ്ട് വരും. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ തസ്ബീഹ് ചൊല്ലും. യുസബ്ബിഹ്ന മഅഹു യുസബ്ബിഹ്ന ബിൽ അശി വൽ ഇശ്റാഖ് വത്വൈറ മഹ്ശൂറത്തൻ, പക്ഷികള് മൂപ്പർക്ക് കൂടിയിരുന്ന് ദിക്ർ എല്ലാം തോന്നിയാല് ഈ സകല വസ്തുക്കളെയും വിളിച്ചു വരുത്തിയിട്ട് അവരെ കൂടെ ഇരുന്ന് ദിക്ർ ചൊല്ലും. വശദദ്നാ ലഹു മുൽക്കഹു, അവരുടെ അധികാരത്തെ നാം അവർക്ക് ശക്തിപ്പെടുത്തി കൊടുത്തു. അല്ലാഹു പറയുന്നു. വഅലന്നാ ലഹുൽ ഹദീദ് എന്ന് പറയുന്നുണ്ട് വേറൊരുത്തില്. വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫളല, നാം ദാവൂദ് നബിക്ക് വലിയ ഫളൽ നൽകി. യാ ജിബാലു അവ്വിബി മഅഹു വത്വൈറ വഅലന്നാ ലഹുൽ ഹദീദ്, നാം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹദീദിനെ, ഇരുമ്പിനെ നാം എന്താക്കി കൊടുത്തു? നാം പാകപ്പെടുത്തി കൊടുത്തു, മയപ്പെടുത്തി കൊടുത്തു. എത്രത്തോളം? തഫ്സീറുകൾ നോക്കിയാൽ കാണാം. ഹത്താ കാനൽ ഹദീദു ഫീ യദിഹി കശ്ശംഇ വൽ അജീനി യഅമലു ഫീഹി മാ യശാഉ മിൻ ഗൈരി നാരിൻ വലാ ളർബിൻ. എന്താ തഫ്സീർ പറഞ്ഞത്? പിന്നെ മെഴുക് പോലെ, അല്ലെങ്കിൽ പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച മാവ് പോലെ, അല്ലെങ്കിൽ പത്തിരിക്ക് വേണ്ടി കുഴച്ച പൊടി പോലെ ആയിരുന്നു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യില് ഇരുമ്പ്. അതിങ്ങനെ പത്തിരി പരത്തണ പോലെ കുഴച്ച പോലെ കുഴച്ച് പത്തിരി പരത്തണ പോലെ എന്ത് ചെയ്യാൻ പറ്റും? അത് ഇങ്ങനെ ചുരുട്ടാനും മറിക്കാനും ഉരുളാക്കാനും പരത്താനും ഒക്കെ മൂപ്പർക്ക് പറ്റിയിരുന്നു. മേടേണ്ട ആവശ്യമില്ല, ചുറ്റിക കൊണ്ട് മേടേണ്ട ആവശ്യമില്ല, തീയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കീഴ്പ്പെടുത്തി കൊടുക്കലാണതേ. ഖലീഫയാണല്ലോ, ഒക്കെ കീഴ്പ്പെടുത്തി കൊടുക്കണം അല്ലാഹു തആല. ഇങ്ങനൊക്കെ ഉണ്ടാവും, ഇങ്ങനൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കിട്ടാത്തതിന് നമ്മളിപ്പോ അവരോട് അസൂയ വെച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. കിട്ടാത്തവരെ കിട്ടിയവരോട് അസൂയ വെച്ചിട്ട് കാര്യമില്ല. വഹബ്നാ ലി ദാവൂദ സുലൈമാന, വേറെ ഖലീഫന്റെ കഥ പറയും നോക്ക്. ദാവൂദ് നബിക്ക് സുലൈമാൻ എന്ന് പറഞ്ഞ നല്ലൊരു മോനെ കൊടുത്തു. അലൈഹിമസ്സലാത്തു വസ്സലാം. നിഅമൽ അബ്ദു, നല്ല കുട്ടിയാണ് അവിടെയും പറയുന്നു കേട്ടോ. ഇന്നഹു അവ്വാബ്, ആ മോനും നല്ല മോനായിരുന്നു, അവ്വാബാണ്. വരിസ സുലൈമാനു ദാവൂദ, ഈ ദാവൂദ് നബിയുടെ ഖിലാഫത്തും മറ്റൊക്കെ സുലൈമാൻ നബിക്ക് അനന്തരമായി കിട്ടി കേട്ടോ. സുലൈമാൻ നബിക്ക് അനന്തരമായി കിട്ടി. വരിസ സുലൈമാനു ദാവൂദ, ദാവൂദ് നബിയുടെ അനന്തരം സുലൈമാൻ നബിക്ക് കിട്ടി. സുലൈമാൻ നബിക്കും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടായി. മാത്രമല്ല അതിന്റെ അപ്പുറം ഉണ്ടായി എന്ന് പിന്നെ ഖുർആൻ വിവരിക്കുന്നു. ഫസഖർനാ ലഹു الريح تجري بأمره رخاء حيث أصاب ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്ക്. റീഹിനെ നമുക്ക് വാഹനത്തെ കീഴ്പ്പെടുത്തി തന്നതുപോലെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സഖർനാ ലഹു, സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് പറഞ്ഞ പോലെ പറയുന്നത് നോക്കും. അപ്പൊ തസ്ഖീർ എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നർത്ഥം. ഫസഖർനാ ലഹു റീഹ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബിക്ക് കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു. തജ്രി ബി അംരിഹി, ആ കാറ്റ് ആരുടെ കൽപ്പന പ്രകാരം നടക്കുന്നു? സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം. നമ്മൾ സ്റ്റെയറിംഗ് തിരിക്കുന്നിടത്തേക്ക് വണ്ടി പോകുന്നത് പോലെ കാറ്റ് സുലൈമാൻ നബി പറയുന്നിടത്തേക്ക് പോകുന്നു, സുന്ദരായിട്ട്, ഒരു പ്രയാസമില്ലാതെ. കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ, എന്നാൽ മാരുതന്റെ സൗമ്യതയോടുകൂടെ അത് ചലിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് മൂപ്പര് വകാന മൗഖിബുഹു ഫീമാ റുവിയ ഫർസഖൻ ഫീ ഫർസഖിൻ 100 ദറജ,
بعضها فوق بعض كل درجة صنف من الناس وهو في أعلى درجة مع جواره وحشمه وخدمه صلوات الله وسلامه عليه. സുലൈമാൻ നബി എവിടേക്കെങ്കിലും പോകണമെന്ന് ഉദ്ദേശിച്ചാൽ സുലൈമാൻ നബി ഒറ്റക്കല്ല, മൂപ്പരുടെ പരിവാരങ്ങൾ ഉണ്ടാകും. മൂപ്പരുടെ ഒരു ഫർസഖ് നീളെ, ഒരു ഫർസഖ് ചതുരശ്ര വിസ്താരത്തിൽ അത്ര നീണ്ടുകിടക്കുന്ന തന്റെ പരിവാരങ്ങൾ ഉണ്ടാകും. അതിൽ തന്റെ മൃഗങ്ങൾ ഉണ്ടായിരിക്കും, മന്ത്രിമാരുണ്ടായിരിക്കും, പട്ടാളക്കാരുണ്ടായിരിക്കും, തന്റെ ഭാര്യമാരുണ്ടായിരിക്കും, തന്റെ വേണ്ടപ്പെട്ടവരുണ്ടായിരിക്കും, എല്ലാവരും കൂടി ഖാദിമീങ്ങളുണ്ടാവും. ഇവരൊക്കെ കൂടി പോണത് ഏതിനാ? കാറ്റത്ത്, കാറ്റത്ത് കയറി പോവുകയാണ്. അത് ഒരു രാവിലെ ഒന്നുകൊണ്ട് അടിച്ചാൽ 1 മാസം ഒരു വാഹനപ്പുറത്ത് പോയാൽ എത്തുന്ന ദൂരം ഒരൊറ്റ രാവിലാണ്ട് എത്താൻ കഴിയും. രാവിലത്തെ കാറ്റിൽ വൈകുന്നേരത്തിൽ വീണ്ടും തിരിച്ചെത്താൻ പറ്റും. 1 മാസത്തെ വഴി ദൂരം. ഇങ്ങനെ അത് ബി അംരിഹി, കണ്ടോ, അള്ളാഹ് അങ്ങോട്ട് കീഴ്പ്പെടുത്തി കൊടുത്തപ്പോ പിന്നെ സുലൈമാൻ നബിയാണ് പറഞ്ഞാൽ മതി. ബി അംരിഹി എന്നുള്ള ലമീർ സുലൈമാൻ നബിയിലേക്കാണ്. വലി സുലൈമാൻ റിഹ ആസിഫത്തൻ തജ്രി ബി അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പന എന്നല്ല. കാരണം സഖർന, നമ്മൾ കീഴ്പ്പെടുത്തി കൊടുത്തു, ലഹു സുലൈമാൻ നബിക്ക്, അരിഹ കാറ്റിനെ, തജ്രി ആ കാറ്റ് നടക്കും, ബി അംരിഹി സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം. ബി അംരിന എന്നല്ല പറഞ്ഞത്, കണ്ടോ. അപ്പൊ സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം നടക്കുകയാണ്. അള്ളാഹുവിന്റെ ഖലീഫയാണ്. ദാവൂദ് നബി ഖലീഫയാണ്, ഖലീഫത്തുല്ലാഹി ഫിൽ അർളാണ്. ആ ഖിലാഫത്തിനെ സുലൈമാൻ നബിക്ക് അനന്തരം കിട്ടി. അപ്പോ സുലൈമാൻ നബിക്കും കിട്ടി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അതിനനുസരിച്ച അവരുടെ ഖിലാഫത്തിനനുസരിച്ച് തസ്ഖീറാത്ത് കൊടുക്കുകയാണ് അല്ലാഹു തആല, കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ്. ഇതൊക്കെ ഖുർആൻ പറയാണ്. നിങ്ങൾ കേൾക്കണില്ലേ? കേൾക്കുന്നില്ല എല്ലാരും? ഓക്കെ. അപ്പോ ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തത് ഖുർആൻ പറയുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ ബഹുമാനപ്പെട്ട, അത് സുലൈമാൻ നബിയുടെ കഥയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദാവൂദ് നബിയുടെ കഥയൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്ക്. അതുപോലെ പിശാചുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതെ, പിശാജ് ജിന്നിനൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു. കണ്ടോ, മുൽക്കിലും മലക്കൂത്തിലും അവർ ഖിലാഫത്തിന്റെ വ്യാപ്തി എത്രയുണ്ടോ അതിനനുസരിച്ച് അവർക്ക് തസ്ഖീറാത്ത്, കീഴ്പ്പെടുത്തലുകൾ ഉണ്ടാവും. അവർ ഇവരുടെ ഇഷ്ടത്തിനെ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ്. മനസ്സിലായ? അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. പല അത്ഭുതങ്ങളും ബഹുമാനപ്പെട്ടവരുടെ ഒക്കെ കാലത്ത് നടന്നില്ലേ? അങ്ങനെ അവർക്കൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു. വാസൽനാ ലഹു ഐനൽ ഖിത്രി വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി വമൻ യസിഗ് മിൻഹും അൻ അംരിനാ നുദിഖുഹു മിൻ അദാബിസ് സഈർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആയത്തുകളുണ്ട്. അത് ഓരോന്നോരോന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ അതിപ്പോ അമ്പിയാക്കളാണ്. ഇനി മാത്രമല്ല നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഈ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഈ അള്ളാഹുവിന്റെ ഖുലഫ ആയ ഈ ദാവൂദ് നബിയും സുലൈമാൻ നബിയും പറയുന്നത് നോക്ക്. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമ വഖാലൽ ഹംദു. അപ്പൊ അവര് ഖിലാഫത്തിന് അർഹരാണ്. അവർക്ക് ഖിലാഫത്ത് കിട്ടി. അപ്പൊ ഖിലാഫത്തിനെ അവരെ യോഗ്യരാക്കുന്നത് എന്താണ്? അതിന്റെ കാര്യങ്ങൾ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള തസ്ഖീറാത്തുകളും അതിനുള്ള ഇൽമുമാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞു, അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അതിവിടെയും പറയുന്നത് നോക്ക്. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമ. ആവശ്യമായ ഇൽമ അല്ലാഹു കൊടുത്തു. അതെ, എന്നിട്ടോ അതവര് പറയുകയും ചെയ്തു. വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അള്ളാഹുവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. കുറെ മുഅ്മിനീങ്ങളിൽ നിന്നും മറ്റുള്ള പല മുഅ്മിനീങ്ങളെക്കാളും അല്ലാഹു തആല ഞങ്ങൾക്ക് ഒരുപാട് ഫളല് തന്നു. അപ്പൊ എല്ലാ മുഅ്മിനീങ്ങളും ഒരുപോലെയല്ല. മറ്റു പല മുഅ്മിനീങ്ങൾക്കും ഇല്ലാത്ത പല ഫളലും നമുക്ക് അല്ലാഹു തആല തന്നു. മനസ്സിലായോ? എന്നിട്ട് വവരിസ സുലൈമാനു ദാവൂദ വഖാല, ദാവൂദ് നബിയെ അനന്തരമെടുത്ത സുലൈമാൻ നബി പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഉല്ലിംനാ മൻതിഖത് ത്വയ്രി വഊതീനാ മിൻ കുല്ലി ഷൈഇൻ ഇന്ന ഹാദാ ലഹുവൽ ഫളലുൽ മുബീൻ. ഓ ജനങ്ങളെ, നമുക്ക് പക്ഷിയുടെ ഭാഷ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ വിളിച്ച് വിവരം പറയണത് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം പറയാണ്. വഊതീനാ മിൻ കുല്ലി ഷൈഇൻ, നമുക്ക്
എല്ലാ കാര്യങ്ങളിൽ നിന്നും ആവശ്യമുള്ളതൊക്കെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. കേട്ടോ, ഊത്തീന നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് മിൻ കുല്ലി ഷൈഇൻ, എല്ലാ ഈ വസ്തുക്കളിൽ നിന്നും വേണ്ടത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പൊ എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗവുമായിട്ടും അവർക്ക് അവരുടെ ഖിലാഫത്ത് ബാധിക്കുന്നതായിരുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടതൊക്കെ അവർക്ക് തസ്ഖീറാക്കപ്പെട്ടിട്ടുണ്ട്, ആവശ്യമുള്ളതൊക്കെ തസ്ഖീറാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് അള്ളാഹു ചെയ്തു തന്ന വലിയൊരു ഫളലാണ്. ഞാൻ ഫളല് പറയാണ്, ഞാൻ അള്ളാഹു ചെയ്തു തന്ന ഫളല് പറയുകയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പിന്നെ പറഞ്ഞ കാര്യം നമുക്കറിയാലോ. അതുപോലെ അവരുടെ പിന്നെ അവരുടെ ആ ഖലീഫയായ സുലൈമാൻ നബിയുടെ സംഘത്തിലും അവരുടെ ആളുകളുണ്ട്, പ്രതിനിധികളുണ്ട്. അത് അവർക്ക് അതിൽ മന്ത്രിമാരും മറ്റൊക്കെ ഉണ്ടാകും. അതിനനുസരിച്ച് അവർക്കും തസ്ഖീറാത്തുകൾ ഉണ്ടാകും. എന്നിട്ട് അതിൽപ്പെട്ട ഒരാളോട് പറഞ്ഞത് ഖുർആൻ നമുക്ക് വിവരിച്ചു തരാൻ കാരണം അതാണ്. ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ ഒരു ഖലീഫയുണ്ടെങ്കിൽ ആ ഖലീഫന്റെ കീഴിലും ഒരുപാട് അഖ്താബീങ്ങളും ഔത്താദീങ്ങളും മറ്റൊക്കെയായി അവരെ സഹായിക്കുന്ന പലരും ഉണ്ടാകും എന്ന് നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചപ്പോ ജിന്ന് തന്റെ ശാരീരികമായ കഴിവ് വെച്ചിട്ട് പറഞ്ഞല്ലോ ഞാൻ കൊണ്ടുവരാന്ന്. അപ്പൊ പറഞ്ഞു അതുപോരാ. അപ്പൊ എന്ത് പറഞ്ഞു? ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, കിതാബിൽ നിന്നുള്ള ഇൽമ്, ഇലാഹിയായ ഇൽമുള്ള ഒരു വ്യക്തി പറഞ്ഞു. ആളെ പേരല്ല അവിടെ വിഷയം. ഈ ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയാൻ അതിനുള്ള മാർഗം എന്താ? അത് ആ നിലക്കുള്ള ഇലാഹിയായ ഇൽമുണ്ടാവലാണ് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാനുള്ള യോഗ്യത. ആളെ പേരും നാടും ഊരും അല്ല. അതുകൊണ്ടാണ് അവിടെ ആള് പേര് പറയായിരുന്നത്. പേരല്ല പ്രശ്നം, ഏത് നാട്ടുകാരൻ എന്നതല്ല പ്രശ്നം. ഒരാൾ അയാളടുത്ത് ഇൽമുണ്ട്, ഇലാഹിയായ ഇൽമുണ്ട്. കേട്ടോ, ഇലാഹിയായ ആ നിലക്കുള്ള ഇൽമുണ്ടാകുമ്പോൾ അവർക്ക് ആ ഇൽമിന്റെ ഇതിനനുസരിച്ച് അവർക്ക് ആ നിലക്കുള്ള പലതും ചെയ്യാൻ കഴിയും എന്നാണ് അള്ളാഹ് പഠിപ്പിക്കുന്നതടോ. അല്ലെങ്കിൽ എന്തിനാ അള്ളാഹ് അങ്ങനെ പറയുന്നത്? അതിനാണല്ലോ അള്ളാഹു പറയുന്നത്. അതാണ് ആ പറഞ്ഞത്. ഇൽമുള്ള ആള് പറഞ്ഞു, ആ നിലക്കുള്ള ഇൽമ് കിട്ടിയാൽ അത് നടക്കും. ഇനി നിങ്ങൾ നോക്ക്, ഇതിപ്പോ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ ചില ഉദാഹരണങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭൂമി മുഴുവനും തങ്ങളുടെ കയ്യിൽ വെക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞല്ലോ. ഇനി അമ്പിയാക്കളുടേത് അസാലത്തിന് അമ്പിയാക്കൾക്കാണ് ഇത് കിട്ടുക. എന്നാൽ അല്ലാത്തതും ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണല്ലോ ദുൽഖർനൈനി സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത്. പല ഉദാഹരണങ്ങളുണ്ട്. വയസ്അലൂനക അൻ ദിൽ ഖർനൈനി ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ. അതും ഒരു ഖലീഫയാണ് ഭൂമിയിൽ അള്ളാഹു പല കാര്യങ്ങളും ഏൽപ്പിച്ചു. അവരെ ഭൂമിയിൽ ആധിപത്യം കൊടുത്തു, അധികാരം കൊടുത്തു. ഭൂമി ലോകമടക്കി ഭരിച്ച മഹാന്മാരിൽപ്പെട്ട ആളാണ്. അതിനാവശ്യമായ അവിടൊക്കെ ദീനും തൗഹീദുമായി നടന്നു, ജനങ്ങളെ നന്നാക്കാൻ നടന്നു. ആ കഥയല്ലേ ഖുർആൻ വിവരിക്കുന്നത്? എല്ലാ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിയില്ലേ മൂപ്പര്? എങ്ങനെ എത്തിയത്? ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് അധികാരം നൽകി, ആധിപത്യം നൽകി. അത് തന്നെയാണ് ഖിലാഫത്ത്. വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ, അത് തന്നെയാണെന്ന് പറഞ്ഞാൽ അതിന് വിവിധ രൂപങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു രൂപമാണ് എന്നർത്ഥം. വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ, ഏതായാലും ബാഹ്യമായ അധികാരം കൊടുത്തു എന്ന് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വആതൈനാഹു, അവർക്ക് നാം നൽകി, മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിൽ നിന്നും സബബൻ ഇൽമു നൽകി. കണ്ടോ, ആവശ്യമുള്ള ഇൽമു കൊടുത്തു. ഓരോ കാര്യങ്ങളും ചെയ്യാം. ഇത് ലോകം മുഴുവനും അടക്കി ഭരിക്കുമ്പോ അതിനാവശ്യമായ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ. ഇന്ന് രാവിലെ മക്കത്താണെങ്കിൽ നാളെ എവിടെ എത്തേണ്ടി വരും? നാളെ ചിലപ്പോ കാശ്മീരിലെത്തേണ്ടി വരും. നാളെ കാശ്മീരിലാണെങ്കിൽ അവിടുന്ന് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തിരുവനന്തപുരത്ത് എത്തേണ്ടി വരും. പിന്നെ വാഷിംഗ്ടണിൽ എത്തേണ്ടി വരും. പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പലതും നിയന്ത്രിക്കേണ്ടി വരും. പല സൗകര്യങ്ങളും വേണ്ടി വരും. ഇന്നത്തെ ആധുനിക സൗകര്യം ഒന്നില്ലല്ലോ. പക്ഷെ ഇതിലൊക്കെ ഇന്ന് പലരും ഭൗതികമായി ഗവേഷണം ചെയ്ത് പലതും എടുത്തെങ്കിൽ ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ ഇൽമ അല്ലാണ്ട് കൊടുത്തു. മനസ്സിലായോ? ഈ ലോകത്ത് പലതും കെടുക്കുന്നുണ്ട്. ഇവിടെ ഒന്നും സുന്നത്ത് ചര്യ മാറണമെന്നില്ല. ഈ ലോകത്ത് കെടുക്കുന്ന അതിന്റെ രഹസ്യങ്ങൾ അവർക്ക് അള്ളാഹ് ഇൽമണ്ട് കൊടുക്കുകയാണ്. അതിന് ഗവേഷണമൊന്നും ചെയ്യേണ്ട. അവർക്ക് അവരുടെ ആ കാര്യങ്ങൾ അള്ളാഹ് അവരെ ഏൽപ്പിച്ച ആ കാര്യങ്ങൾ, ആ ഖിലാഫത്ത് നടപ്പിൽ വരുത്താൻ
ആവശ്യമായത് എന്തൊക്കെ വേണോ? ഉസ്ലത്തൻ സബബൻ എന്ന് പറഞ്ഞാൽ ഐ ഉസ്ലത്തൻ തുസിലുഹു ഇലൈഹി മിനൽ ഇൽമി വൽ ഖുദ്റതി, മിനൽ ഇൽമി വൽ ഖുദ്റതി വൽ ആലതി എന്നാണ്. അതാണ് അതിന്റെ അർത്ഥം. അവരുദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ അറിവും അതിനുള്ള കഴിവും അതിനുള്ള ആയുധം ഒക്കെ കൊടുത്തു. അതാണ് മിൻ കുല്ലി ഷൈഇൻ സബബാ എന്ന്, മിൻ കുല്ലി ഷൈഇൻ സബബാ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? സമയം വൈകുന്നുണ്ടോ? സമയം കുറെ ആയി തോന്നുന്നില്ലേ? ആൾക്കാരൊക്കെ പോണ്ടല്ലോ. قال ابن اسحاق وكان من خبر ذي القرنين انه اوتي ما لم يؤت غيره فمدت له الاسباب حتى انتهى الى البلاد من البلاد الى مشارق الارض ومغاربها لا يطوى ارضا الا سلط على اهلها حتى انتهى من المشرق والمغرب الى ما ليس وراءه شيء من الخلق. എന്നിങ്ങനെ പറഞ്ഞ് ബഹുമാനപ്പെട്ട തഫ്സീറിന്റെ അയിമത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് രാവും പകലും ഒരുപോലെയായിരുന്നു. പകല് കണ്ണ് കാണുന്നത് പോലെ തന്നെ രാത്രിയും കണ്ണ് കാണും. കാഴ്ചക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവർക്ക് മേഘങ്ങളെ കീഴ്പ്പെടുത്തപ്പെട്ടിരുന്നു. എവിടേക്കെങ്കിലും പോണോ വെച്ചെങ്കിൽ മേഘത്തിലാണ്ട് കയറില്ല. പോട്ടെ എന്ന് പറയും. എവിടേക്ക് പോവും? എവിടേക്കാ പോണ്ടിച്ചാണ്ട് പോവും? അങ്ങനെയാണ് പോവും. അങ്ങനെ എല്ലായിടത്തും എത്തി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് തങ്ങളോട് ചോദിച്ചു, ഈ ദുൽഖർനൈനി എന്ന് പറഞ്ഞ ആള് നബി ആയിരുന്നോന്ന് വെച്ചു. നബി ആയിരുന്നോന്ന് വെച്ചു. അങ്ങനെ വർത്താനം കേട്ടിട്ട് മൂപ്പരെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ, പറഞ്ഞ വിഷയങ്ങൾ കേട്ടിട്ട് വലിയ അത്ഭുതങ്ങളാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നബി ആയിരുന്നോ അതല്ല മലക്കായിരുന്നോ? ഒന്നോലെ നബി അല്ലെ പിന്നെ മലക്കാവുന്ന വിചാരിച്ചത്. അപ്പൊ ചോദിച്ചപ്പോ, ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ലം യകുൻ നബിയൻ, നബിയുമല്ല ആരുമല്ല, വലിയ പിന്നെ മലക്കുമായിരുന്നില്ല. പിന്നെ ആരായിരുന്നു? ഒരു വലിയായിരുന്നു. ഒരു വലിയായിരുന്നു. ഉണ്ടോ? ലം യകുൻ നബിയൻ വലാ മലക്കൻ വലാകിൻ കാന അബ്ദൻ അഹബ്ബല്ലാഹ വഅഹബ്ബഹു അല്ലാഹു ഫനാസഹഹു. അല്ലാഹനെ കണ്ടു ഇഷ്ടപ്പെട്ടു, അപ്പൊ അല്ലാഹ് കണ്ടു ഇഷ്ടപ്പെട്ടു, അപ്പൊ അല്ലാഹ് വേണ്ടതൊക്കെ കൊടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ ഖലീഫയാക്കിയെന്ന്, ആവശ്യമുള്ളതൊക്കെ കൊടുത്തു. മനസ്സിലായ നിങ്ങൾക്ക്? ഇങ്ങനെ ഇനിയുണ്ട്. ഖുർആനിൽ തന്നെ പറഞ്ഞ ഉദാഹരണങ്ങൾ വേറെയുണ്ട്. ഈ പറഞ്ഞതിൽ കിഫായ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ അങ്ങനെ പറഞ്ഞു നീട്ടി കൊണ്ടുവന്നില്ല. ഇബ്നു കസീറിന്റെ ഇബാറത്താണ് ഞാൻ പേസ്റ്റ് ചെയ്തത്. പിന്നെ അങ്ങനെ മറ്റു തഫ്സീറുകളും ബഗവിയൊക്കെ നോക്കിയാൽ കാണാത്. അപ്പോ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളെ കാണാം. പിന്നെ വേറെ ചില ആളുകൾ ഇത് പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല, പ്രത്യക്ഷത്തിൽ അവർക്ക് അധികാരം ഉണ്ടാവില്ല. എന്നാൽ ആന്തരിക ലോകത്ത് ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അതിന്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം. ഇൻഷാ അല്ലാഹ് 3-4 ദിവസമായിട്ട് ഇങ്ങനെ രാത്രി ഒക്കെ ശബ്ദം വല്ലാതെ ഉപയോഗിച്ചതുകൊണ്ട് ശബ്ദത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്കതുകൊണ്ട് നിസ്കരിക്കാൻ സുബഹിക്കൊക്കെ നിസ്കരിക്കുമ്പോൾ പ്രയാസം തോന്നുന്നുണ്ട്. അപ്പൊ ഇനി വല്ലാതെ നീട്ടിയാൽ എനിക്ക് ബുദ്ധിമുട്ടാവും എന്നതുകൊണ്ട് ഇനിയും നമുക്ക് ആ വിഷയമായിട്ട് കുറെ പറയാനുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മെല്ലെ മെല്ലെ പറയാം. ഇനി ഇതിപ്പോ ഖിലാഫത്ത് നമ്മളിപ്പോ പറഞ്ഞ ഉദാഹരണങ്ങൾ അധികവും ലാഹിറിൽ തന്നെ അധികാരമുള്ളതാണ്, ലാഹിറിലും ബാത്തിനിലുള്ളതാണ്. ഇനി ബാത്തിനിൽ മാത്രമായിട്ടുള്ള പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണാതെ ഉള്ളിൽ മാത്രം കാണുന്ന പിന്നെ അധികാരങ്ങൾ കാണുന്ന അത് വേറെ ഉദാഹരണങ്ങൾ ഖുർആനിൽ കാണാം. അപ്പൊ അത്തരം സംഭവങ്ങളൊക്കെ വിവരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളെ സംബന്ധിച്ച് ഖലീഫത്തുല്ലാഹി ഫീനാ മുഹയ്യിദ്ദീനി എന്ന് പറഞ്ഞതിന്റെ പൊരുള് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ടവർ പറഞ്ഞതൊക്കെ തന്നെയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എനിക്ക് ഇന്നതൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് അവരെ അറിയിക്കൽ ആവശ്യമാണ്. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അത് അറിയിക്കൽ ആവശ്യമാണ്. ആവശ്യമായോടത്ത് അത് പറഞ്ഞു. അത് അള്ളാഹു ചെയ്തു തന്ന ഫളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളും ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നളർതു ഇലാ ബിലാദില്ലാഹി ജംഅ കഖർദലത്തിൻ അലാ ഹുക്മി ഇത്തിസാലിൻ. ഒരു കടുകുമണി കാണുന്നത് പോലെ ലോകം മുഴുവനും എന്റെ ഉള്ളംകൈയിൽ വെച്ച് ഞാൻ കണ്ടു. ഒരു ഉള്ളംകൈയിൽ കടുകുമണി പോലെ എനിക്ക് ലോകമുള്ളൂ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അതുപോലെ പിന്നെ അലമു ഇൽമല്ലാഹി യുഹ്സി ഹുറൂഫഹു അലമു നബത്തിൽ അർളി കമ്മിൻ നബാതതി, അങ്ങനെ തുടങ്ങി
ഒരുപാട് കാര്യങ്ങൾ മൂപ്പർ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് ലാസ്റ്റ് നമുക്ക് വിവരിക്കാം. മൂപ്പർ അത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വമാ ഖുൽതു ഹാദൽ ഖൗല ഫഖ്റൻ ഫഇന്നമാ അതൽ ഇദ്നു ഹത്താ തഅരിഫൂന ഹഖീഖതി. ഞാനിത് ഫഖ്റായും കൊണ്ട് പറഞ്ഞതല്ല, ഇതൊന്നും അഹങ്കാരായിട്ട് പറയല്ല, ആരുണ്ടടാ കാണട്ടടാ എന്ന അർത്ഥത്തിലൊക്കെ ഇപ്പൊ ചിലർ പറയണ്ടല്ലോ, അങ്ങനൊന്നുമല്ല. മറിച്ച് വമാ ഖുൽതു ഹാദൽ ഖൗല ഫഖ്റൻ ഫഇന്നമാ അതൽ ഇദ്നു, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സമ്മതം കിട്ടിയിട്ട് പറയാ. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സമ്മതം വന്നുകൊണ്ട് പറയാനുള്ള സമ്മതം കിട്ടിയിട്ട് പറയാണ്. ഹത്താ തഅരിഫൂന ഹഖീഖതി, നിങ്ങൾക്ക് എന്റെ ഹഖീഖത്ത് മനസ്സിലാവാൻ വേണ്ടി, നിങ്ങൾക്ക് എന്റെ ഹഖീഖത്ത് തിരിയണല്ലോ, അപ്പോഴല്ലേ ആ പിന്നെ നേതൃത്വത്തെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണല്ലോ, അതിനുവേണ്ടി പറയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അതാണ്. അങ്ങനെ ലോകത്ത് എന്നും ഉണ്ടാകും. ആ ഉണ്ടായത് ചിലത് നിലനിൽക്കും, ചിലത് അവരുടെ ജീവിതകാലത്ത് ഈ അർത്ഥത്തിലുള്ള ഖിലാഫത്ത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതുണ്ടാവാം, അല്ലാതെയും ഉണ്ടാവാം. ഒക്കെ പല രൂപങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഇൻഷാ അള്ളാഹ് ക്ലാസ് റൂമിൽ അവിടെ അറിയിക്കും. അപ്പോൾ ഇങ്ങനെ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഖലീഫമാര്, ആ ഖലീഫമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന തസ്ഖീറാത്തുകൾ, അതിന്റെ രൂപങ്ങളാണ് ഇപ്പൊ ഖുർആനാ പറഞ്ഞതൊക്കെ. ഇതൊക്കെ വെച്ച് നോക്കിയാൽ വല്ല അത്ഭുതം ഇവിടെ സംഭവിക്കുന്നുണ്ടോ? ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും അവിശ്വസനീയതയുണ്ടോ? എന്തെങ്കിലും സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും മനസ്സിലാക്കാതെ അതിനൊക്കെ വേറെ രൂപത്തിൽ വ്യാഖ്യാനം നൽകുക, അതിനൊന്നും അർഹിക്കുന്ന വിധത്തിലുള്ള വ്യാഖ്യാനം നൽകാതെ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇതിലൊക്കെ സംശയിക്കുക, അതല്ല വേണ്ടത്. ഖുർആൻ വേണ്ട വിധത്തിൽ പഠിച്ചാൽ, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബാക്കി മറ്റൊരു ദിവസം ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് കൂടുതൽ ചോദ്യോത്തരായിട്ട് ഇരിക്കാൻ താല്പര്യം ഇല്ല, സുഖമില്ലാത്തതുകൊണ്ട്. സുഖമില്ലാന്ന ശബ്ദത്തിന്റെ ബുദ്ധിമുട്ട് തന്നെ, അതിനൊരു പരിക്കൽ ശബ്ദം അപ്പോൾ ഉള്ളത്. ഇനി കൊടുക്കാനും നിസ്കരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ പറഞ്ഞ കാര്യത്തിൽ വല്ല അവ്യക്തതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിന് ശേഷം ചോദിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ അസുഖങ്ങളും ഒക്കെ മാറ്റി പൂർണ്ണ സിഹത്തും ആഫിയത്തും തൗഫീഖും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.